അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലെ. തഹജ്ജുദ് നമസ്കാരത്തിലുള്ള സംശയ നിവാരണ ക്ലാസ് ഇന്ന് നടക്കുന്നത് ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹവും അടുപ്പവും നേടിത്തരുന്ന മഹത്തായ ഇബാദത്താണ് തഹജ്ജുദ്. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതില് സമയം അല്ല അതിന്റെ രീതി എങ്ങനെ, റക്അത്തുകളുടെ എണ്ണം, വിത്റുമായുള്ള ബന്ധം ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ സംശയങ്ങൾക്ക്, അതായത് അതിൽ കുറെ സംശയങ്ങൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ സംശയങ്ങൾക്ക് ഖുർആന്റെയും സ്വഹീഹായ ഹദീസിന്റെയും വെളിച്ചത്തിൽ വ്യക്തമായ ഉത്തരങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്നത്തെ ചോദ്യോത്തര സെഷൻ ഒരുക്കിയിരിക്കുന്നത്. അപ്പം ഈ വിഷയത്തിൽ നമ്മെ നയിക്കാൻ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മുംതാസ് മാമാണ്. മുംതാസ് മാമിനെ ഈ ഒരു സെഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. റബ്ബി സിദ്നി ഇൽമൻ നാഫിഅൻ വഅമലൻ മുതഖബ്ബലൻ റിസ്കൻ ഹലാലൻ ത്വയ്യിബൻ ഖുലൂബൻ ഖാശിയ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ബിലോവഡ് സിസ്റ്റേഴ്സ്, ഇന്നത്തെ ഈ തഹജ്ജുദ് നമസ്കാരത്തിന്റെ സംശയ നിവാരണ സെഷനിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ചൂസ് ചെയ്ത് ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ്. അൽഹംദുലില്ലാ. യാസീൻ മിഷ്കാത്ത് ഗ്രൂപ്പിന്റെ, അതായത് ഒരുപാട് ലേഡീസ്, ഒരുപാട് ടീച്ചേഴ്സ് ഉള്ള ക്ലാസ്സിൽ ഈ ഒരു മഹനീയ സന്ദർഭം ഷെയർ ചെയ്യാൻ എനിക്കൊരു അവസരം തന്നതിൽ ഞാൻ ആദ്യമായി അള്ളാഹുവിനോട് അള്ളാഹുവിന് നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ കൂടെയുള്ള എല്ലാ സഹോദരിമാർക്കും, ഇത് കേൾക്കുമ്പോൾ വർഷങ്ങളായിട്ട് നമ്മുടെ ക്ലാസ് കേട്ട പല സഹോദരിമാർക്കോ ഇതാണോ ഇപ്പൊ വലിയ വിഷയം എന്ന് തോന്നിയേക്കാം അല്ലെ. പക്ഷെ അങ്ങനെയല്ല. തഹജ്ജുദ് എന്ന മഹത്തായ വിഷയം അതൊരു വലിയ വോളിയം ബുക്ക്, വലിയൊരു ബുക്ക് എഴുതാൻ മാത്രം അതിന്റെ വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു സ്കോപ്പുള്ള ഒരു വിഷയമാണ്. മാത്രവുമല്ല, അതിന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അങ്ങേയറ്റം മനസ്സിലങ്ങ് ഇഷ്ടം നിറഞ്ഞു പോണൊരു അമലാണെന്ന് വേണം പറയാൻ. ഇൻഷാ അല്ലാഹ് ചോദ്യോത്തരം ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ. തഹജ്ജുദ് നമസ്കാരത്തിന്റെ പ്രത്യേകത ഒന്ന് വിശദീകരിക്കാമോ? വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അദക റബ്ബുക മഖാമൻ മഹ്മൂദൻ. അല്ലേ, അതായത് അത് നിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായേക്കാം അല്ലെ. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ ഏറ്റവും ഉത്തമമായ സ്ഥാനങ്ങളിൽ നിയോഗിച്ചേക്കാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വെച്ചാൽ നമുക്ക് ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനം വാഗ്ദാനം ചെയ്യുന്ന നമസ്കാരമാണ്. ഇതിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അനവധിയാണ്. കാരണം ഒരിക്കലും എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാനൊരു റിസർച്ച് നടത്തി തഹജ്ജുദ് നമസ്കാരത്തിന്റെ ഗുണങ്ങൾ. ഡയറക്ട്ലി ബ്ലോഗിലോ പുസ്തകങ്ങളിലോ ഒന്നും അത് നേരിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പലയിടങ്ങളിലായിട്ട് ചിന്നിച്ചിതറി അതിന്റെ ബെനിഫിറ്റ്സ് കിടക്കുകയായിരുന്നു. അതിൽ നിന്ന് ഞാൻ എല്ലാം കൂടെ എഴുതിക്കൊണ്ടെന്ന് കോട്ട് ചെയ്ത് നോക്കുമ്പോൾ എബവ് 100-ലധികം ബെനിഫിറ്റ്സ് ഈ നമസ്കാരത്തിന് മാത്രമുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കി പഠിച്ചോനെ റബ്ബ, ഇത് ഫർള് നമസ്കാരത്തിന് നമ്മളിപ്പോ മഹത്വവൽക്കരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തായാലും നമുക്ക് നമസ്കരിച്ചേ പറ്റൂ അല്ലെ. പക്ഷെ ഈ നമസ്കാരം എന്ന് പറയുന്നത് ഫർള് നമസ്കാരത്തെക്കാൾ മഹത്തരമാണോ എന്ന് ഞാൻ സംശയിച്ചു പോയി. അത്രമാത്രം ഫളായിലുകൾ. കാരണം അത് ജനങ്ങൾ നമസ്കരിക്കട്ടെ, എന്നിട്ട് അവർ സ്വർഗത്തിൽ പോകട്ടെ എന്നുള്ള കാരണം കൊണ്ടായിരിക്കാം അള്ളാഹു ഇതിന് ഇത്രയും മഹത്വങ്ങൾ ഖുർആനിലൂടെയും ഹദീസിലൂടെയും ഒക്കെ വ്യക്തമാക്കി തന്നു. അൽഹംദുലില്ലാഹ്. ഒരാൾ ഈ നമസ്കാരം ജീവിതത്തിൽ പതിവാക്കിയാൽ പിന്നീട് ഉപേക്ഷിക്കാൻ പ്രയാസമാവും. കാരണം നിസ്കാരം മനുഷ്യനും അള്ളാഹും തമ്മിലുള്ള ഏറ്റവും ശക്തമായ ഒരു ആത്മീയ ബന്ധമാണ് അല്ലെ. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നമസ്കാരം വെറും എഴുന്നേൽക്കലും കുനിയലും ഒരു സാഷ്ടാംഗവുമാണെന്ന് തോന്നും. എന്നാൽ നമസ്കരിക്കുന്ന ആളുകൾക്ക് അത് ഹൃദയത്തിന്റെ ഒരു സാന്നിധ്യവും ആത്മാവിന്റെ പോഷണവും അള്ളാഹുമായിട്ടുള്ള സ്വകാര്യമായ ഇടപെടലുമാണ്. അതേസമയം നമസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കാതെ ജീവിക്കുന്നവരും നമസ്കാരം ജീവിതത്തിൽ ഉപേക്ഷിച്ചതുമായ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന്റെ യഥാർത്ഥ അർത്ഥവും പ്രാധാന്യവും ആഴത്തിൽ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ഞാനൊരു ബ്ലോഗ് എഴുതിയിട്ടുണ്ട്.
ബ്ലോഗ് മീൻസ് BLOG, അതായത് അതിന് നോട്ട്സ് ആണ്, അതിനെ കുറിച്ചുള്ള റൈറ്റപ്പ്. അതൊരു 100ഓളം ഉണ്ട് ഏകദേശം. ഇൻഷാ അല്ലാഹ് ഞാനിത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, പിന്നീട് ഒരിക്കൽ ഷെയർ ചെയ്യാം. അതായത് രാത്രി നമസ്കാരം ഖിയാമുൽ ലൈലിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ അതിശയമായി. അതായത് ഇതിന്റെ മഹത്വത്തെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചും അറിഞ്ഞപ്പോൾ ഞാനതിലൂടെ സംശയമായിപ്പോയി. പഠിച്ചോനെ, ഇതെന്താ ഇത് കഥ? ഫർദ് നമസ്കാരത്തെ കുറിച്ച് ഇത്രയും മഹത്വവൽക്കരിക്കപ്പെട്ട് കാണും. ഇതൊക്കെ അള്ളാഹുവിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളിൽ നിന്ന് മാത്രം കോട്ട് ചെയ്തതായിരുന്നു. അത്രയ്ക്കുണ്ട് ഇത് പറയാൻ. പക്ഷെ ഇന്നത്തെ ഈ സെക്ഷനിൽ ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഫർദർ. എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ചോദ്യോത്തര സെഷൻ ആണല്ലോ, ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തഹജ്ജുദ് നമസ്കാരത്തിന്റെ മഹത്വം എന്ന വിഷയത്തെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഒരിക്കൽ ക്ലാസ് വെക്കാം. അടുത്ത ചോദ്യം നമുക്കറിയാം അല്ല, ഇത് കഴിഞ്ഞിട്ടില്ല തറാമത്തെ. രാത്രി നമസ്കാരം പതിവായി ചെയ്യുന്നവർക്ക് അള്ളാഹുമായിട്ട് അതിന്റെ ഒരു ഗുണങ്ങൾ, കുറച്ചെന്നെങ്കിലും ഗുണങ്ങൾ പറയണല്ലോ, എന്താ നമുക്കൊന്ന് മനസ്സിലാവണല്ലോ. രാത്രി നമസ്കാരം പതിവായി ചെയ്യുന്നവർക്ക് അതുമായി അള്ളാഹുമായിട്ട് ഒരു ആത്മബന്ധം രൂപപ്പെടും. അത് അനുഭവിച്ചാൽ മാത്രമേ അത് അറിയുകയുള്ളൂ. സാധാരണഗതിയിൽ നമ്മുടെ ഒരു ഫാമിലി സെറ്റപ്പിലൊക്കെ നമ്മൾ കിടന്നുറങ്ങുന്ന നമ്മള് ഒരു ദിവസം തഹജ്ജുദ് നമസ്കാരം നഷ്ടപ്പെട്ടാൽ അവൾക്ക് പിറ്റേ ദിവസം രാത്രി ഭയങ്കര നേരം വെളുത്താൽ ഭയങ്കര സങ്കട, എന്തോ ഒരു വലിയ അപരാധം ചെയ്ത പോലെ മനസ്സിലൊരു വിഷമം. ഒരിക്കലും ഒരു സ്ത്രീ എന്നോട് പറയുകയുണ്ടായി. അതായത് അവര് ഹസ്ബൻഡായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായപ്പോ ഹസ്ബൻഡ് പറഞ്ഞു, രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞ് കുത്തിരിക്കും, പകൽ ഒരു ജോലിക്കും നിനക്ക് കഴിയുന്നില്ല, ക്ഷീണം, ഇനി മതി, നിർത്തിക്കാള്, രാത്രി നിസ്കരിക്കേണ്ട, തഹജ്ജുദ് നിസ്കരിച്ചിട്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞത്രേ. അങ്ങനെ പിറ്റേ ദിവസം മുതൽ അവൾ ആ സ്ഥിരമായി എഴുന്നേൽക്കുന്ന സമയത്ത് എണീറ്റ് കട്ടിലിരുന്ന് ഇങ്ങനെ കരയും അത്രേ. നിസ്കരിക്കാനും പറ്റുന്നില്ല, കരച്ചിലും, ഭയങ്കര സങ്കടം. അങ്ങനെ 2-3 ദിവസം അങ്ങനെ കണ്ടപ്പോ ഹസ്ബൻഡ് ചോദിച്ചു, മുപ്പര് സുബൈക്ക് എണീക്കുമ്പോഴാണ് ഈ സീന് കാണുന്നത്. അന്നേരം ചോദിച്ചാൽ നീ എന്താ നിസ്കരിക്കുന്നില്ല? അപ്പൊ അവര് പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞ നിസ്കരിക്കേണ്ട. അത് ഞാനത് പറഞ്ഞ ഈ ഇപ്പോഴും ഓർമ്മിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് തമാശ രൂപത്തില്. അപ്പൊ അവൾ കൂടുതലായിട്ടൊന്നും പറയാതെ പിന്നീട് നിസ്കാരം തുടങ്ങി എന്നാ പറയുന്നത്. അതുപോലെ നമുക്കൊരു അഡിക്ഷൻ ആണെന്ന് വേണം പറയാൻ. കാരണം നമുക്കറിയാം, കുട്ടികൾ മൊബൈൽ ഫോണിൽ അഡിക്ഷൻ ആണ്, ചില ആളുകൾ ഗഞ്ചാവ് പോലത്തെ മയക്കും ഡ്രഗ്സിൽ അഡിക്ഷൻ ആണ്. അത് കിട്ടാഞ്ഞാൽ അവർക്ക് മെന്റലി എന്തോ ഒരു സ്ട്രെസ് ആവും അല്ലെ? അതുപോലാണ് ഈ തഹജ്ജുദ് നമസ്കാരം പതിവാക്കി ഓലിക്കിനി ദൂരയാത്ര കഴിഞ്ഞു വന്നാലും ഒരുപാട് ക്ഷീണായാലും വേറെ എന്തെങ്കിലും ഒക്കേഷനിലും വീട്ടിൽ രാത്രി സൽക്കാരം കഴിഞ്ഞാലും ഒക്കെ അവർക്കത് മിസ്സാവുക എന്നുള്ളത് ആലോചിച്ചുകൂടാ. അധിക സ്ത്രീകളും തന്നെ വീട് മാറി എവിടെങ്കിലും നാത്തൂനോ മക്കൾ ആരെങ്കിലും താമസിക്കാൻ വിളിച്ചാൽ തന്നെ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടോ എന്നാണ് ആദ്യം അവർ നോക്കുക അല്ലെ? ബാക്കി എല്ലാ നിസ്കാരം എല്ലാവരുടെ വീട്ടിലും ഒരുപോലെ ആണല്ലോ. അപ്പൊ അത്രയ്ക്ക് നമുക്കൊരു എന്തോ ഒരു ഒരു ആത്മാവിൽ നിന്നുള്ള എന്തോ ഒരു സ്നേഹം, ഒരു ഹുബ്, ഒരു അഡിക്ഷൻ. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അഡിക്ഷൻ തന്നെയാണ്, ആ വാക്കാണ് ഉപയോഗിക്കുന്നതായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ സൂട്ടാകുക. എനിക്കറിയാം, ഞാനിപ്പോ കാലൊക്കെ 2-3 പ്രാവശ്യം ഓരോ ഡാമേജ് ആയിട്ട് കിടന്നിട്ട്, ഒരു പ്രാവശ്യം ഡിസ്ലൊക്കേറ്റഡ് ആയിപ്പോയി, ഒരു പ്രാവശ്യം ചിരട്ടം പൊട്ടിയിട്ടൊക്കെ അങ്ങനെ കുറെ റെസ്റ്റിൽ 1 മാസം 21 ദിവസമൊക്കെ അങ്ങനെ ഡോക്ടർ സജസ്റ്റ് ചെയ്ത് അത്രയും ബെഡിൽ തന്നെ കിടക്കണല്ലോ. അപ്പൊ അടുത്തുള്ള ആളുകളെ വിളിക്കാൻ, കുട്ടികളായിരിക്കും, അവർക്ക് ചിലപ്പോൾ മെൻസസ് ആയിരിക്കും, അല്ലെ വേറെ എന്തെങ്കിലും വിഷമായിരിക്കും, അല്ലെ ഭർത്താവുമ്പോ സുബഹിക്കല്ലേ എണീക്കാം, മുപ്പർക്ക് നേരത്തെ എണീക്കാൻ പറ്റില്ല. അപ്പൊ അവരെ വിളിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് വായുകാനും പല്ലുകാനും തേക്കാനൊക്കെ ഉള്ള വെള്ളം കൊണ്ടുവച്ച്, വേസ്റ്റ് തുപ്പാനുള്ള പാത്രം കൊണ്ടുവച്ച്, എന്നിട്ട് അവിടുന്ന് തൊട്ട് ഒലുവെടുത്ത് എന്തോ കൊലത്തിൽ മൂത്രമൊന്നും ഒഴിക്കാണ്ട് ഒലുവെടുത്ത് പോലും നമസ്കരിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് അത് ഒഴിവാക്കാൻ തോന്നൂല. ആ സമയത്ത് ഭയങ്കര ഒരു സങ്കട. അത്രയ്ക്ക് അത് തുടങ്ങി വെച്ചവർക്ക്, അത് പുറത്തു നിന്ന് നോക്കുന്നവർക്ക് അത് അത്ര എന്താ പറയാ, അത്ര ഒരു ഹാർട്ട് ടച്ചിങ് ആയി തോന്നണമെന്നില്ല. പക്ഷെ ചെയ്യുന്ന ഒരാൾക്ക് അത് അത്രക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തംസപ്പോ എന്തൊക്കെ ഫ്ലവറോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറയുന്നത് ശരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ പറഞ്ഞു, പകലിലെ വെളിച്ചത്തിൽ അവന്റെ മുഖത്തൊരു വെളിച്ചമാണ് അല്ലെ? അതായത് ഈ തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുകളെ മുഖത്തൊരു പ്രകാശം ഉണ്ടാവും, ഒരിക്കലും മ്ലാനത ഉണ്ടാവില്ല അല്ലെ? പിന്നെ അള്ളാഹും അവന്റെ അടിമയുമായുള്ള മുനാജാത്താണ് തഹജ്ജുദ് നമസ്കാരം. മുനാജാത്ത് എന്ന് പറഞ്ഞാൽ സംഭാഷണം അല്ലെ? നമ്മൾ തഹജ്ജുദ് നമസ്കാരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അള്ളാന്റെ ലോക്കറിൽ വെക്കാൻ കൊടുത്തിക്കണ, എന്തൊക്കെ സ്വകാര്യങ്ങൾ പറയലുണ്ട് അല്ലെ? പക്ഷെ ഒരിക്കൽ പോലും അള്ളാഹു ആ ഒരു സ്വകാര്യം, ഒരു രഹസ്യവും, ഒരു ബുദ്ധിമുട്ടും, ഒരു നമ്മൾ ചെയ്ത കുറ്റവും വേറൊരാളോടും പറഞ്ഞിട്ടില്ല. അള്ളാന്റെ ലോക്കറിൽ ഇതൊക്കെ
ഒക്കെ സേഫ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആ തഹജ്ജുദ് നമസ്കാരത്തിൽ സുജൂദ് കിടന്ന് രണ്ടെണ്ണം കരഞ്ഞ് പറഞ്ഞാല് അതൊരു ആശ്വാസം. ചിലപ്പോ അത് നടക്കാം, ചിലപ്പോ നടക്കാതിരിക്കാം, എന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷെ അതൊരു വലിയൊരു മനസ്സമാധാനത്തിനുള്ള ഒരു വഴികാട്ടിയാണ്. പിന്നെ ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു, തീർച്ചയായും രാത്രിയിൽ ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയത്ത് മുസ്ലിം അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അവന് നൽകും അല്ലെ. അതും ആ സമയത്തിന്റെ ഒരു പ്രത്യേകത. നമുക്കറിയില്ല ഏതാണ് സമയം, എന്നിരുന്നാലും രാത്രി ഏകദേശം ഒരു 2 മണിക്ക് ശേഷമാണ് ആ സമയമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ദുനിയാവിൻ്റെതായാലും ആഖിറത്തിൻ്റെതായാലും അള്ളാഹു നൽകാതിരിക്കുകയില്ല. എല്ലാ രാത്രിയിലും ഉണ്ട് ആ സമയം. അത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പിന്നെ ഇത്തരക്കാർക്ക് തഹജ്ജുദ് പതിവാക്കിയ ആളുകൾക്ക് ഹൃദയശുദ്ധി എളുപ്പമാകും, ഉന്മേഷം ലഭിക്കും. അവർക്കൊരു ഇനിയിപ്പോ രാത്രിയൊക്കെ ഉറക്കൊഴിഞ്ഞാൽ പോലും അവർക്ക് നല്ല ഉന്മേഷമാണ്. അമ്രുബ്നു ആസ് റളിയല്ലാഹു അൻഹയെ ഉപദേശിച്ചിട്ടുണ്ട്, ഉന്മേഷം ലഭിക്കാനും ഹൃദയശുദ്ധി ലഭിക്കാനും വളരെ ഉത്തമമാണ് തഹജ്ജുദ് നമസ്കാരം. അതായത് തഹജ്ജുദ് നമസ്കരിക്കുന്ന പോലെ നിങ്ങൾക്കറിയാം, തഹജ്ജുദ് നമസ്കരിക്കുന്നവരെ വിഷയത്തിൽ നിങ്ങൾക്ക് അറിയാം, അവർക്ക് മനസ്സിലൊന്നും ഒരു കേടും പോരും അസൂയ ഒന്നും ഉണ്ടാവില്ല. ആരെങ്കിലും എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ തന്നെ ഓലിയായിരിക്കും അത് സാരല്ല, ഓലിക്ക് വിവരമില്ലായിട്ടല്ല, അങ്ങനെ വിചാരിച്ചിട്ട് ആരോടെങ്കിലും കേടോ പകയോ പോരോ ഒന്നും വെച്ച് പുലർത്തൂല. പിന്നെ തഹജ്ജുദ് നമസ്കാരത്തിൽ നിഷ്കളങ്കരായ ഇസ്തിഗ്ഫാർ കൊണ്ട് പാപമോചിതരായിട്ടാണ് അവർ പ്രഭാതം കാണുക. അതായത് ദിവസവും അവർ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കും. അത് തഹജ്ജുദ് നമസ്കാരത്തിൽ സുജൂദിൽ കിടന്ന് ഇങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ അവരുടെ പാവങ്ങൾ അവരുടെ നന്മ തിന്മ എഴുതുന്ന കിതാബുകളിൽ ഏടുകളായിട്ട് നിൽക്കൂല. ബിക്കോസ് അവര് ദിവസം ഇങ്ങനെ പറഞ്ഞ് തീർന്നുകൊണ്ട് അന്നന്നത്തെ പാപങ്ങൾ അന്നന്ന് തന്നെ പിന്നെ തീരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ തഹജ്ജുദ് നമസ്കാരത്തിന് സമാനമായ മറ്റൊരു സുന്നത്ത് സൽക്കർമ്മവും ഇല്ല എന്ന് വേണം പറയാൻ അല്ലെ. ഇത്രയും അതിന് സമായിട്ട് എന്നുള്ളത് പറയാൻ മറ്റൊരു സൽക്കർമ്മവും ഇല്ല. നിരവധി ഐഹിക പാരത്രിക ഗുണം തേടിത്തരുന്ന ഒരു മഹത്തായ നമസ്കാരമാണ് ഇതെന്ന് വേണം പറയാൻ അല്ലെ. പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ പറയുന്നത് കേൾക്കാം, ഫർള് നമസ്കാരത്തിന് ശേഷം നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ നമസ്കാരം രാത്രി നമസ്കാരമാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. രാത്രി നമസ്കാരം ഖിയാമുൽ ലൈൽ എല്ലാ ദിവസവും നമസ്കരിക്കേണ്ട ഒരു നമസ്കാരമാണ് അല്ലെ. അപ്പൊ ഈ നമസ്കാരത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ചോദ്യം ലളിതമാണെങ്കിലും ഉത്തരം വളരെ ബൃഹത്താണ്. ഇതിന്റെ ഉത്തരം പറയുകയാണെങ്കിൽ 1, 2, 3 വാക്കുകളിൽ കൊണ്ട് തീരുന്നതല്ല, 1, 2 മണിക്കൂറുകൾ പറഞ്ഞാലും തീരാത്തത്ര മഹത്വങ്ങൾ ഈ ഒരു നമസ്കാരത്തിനുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അനവധി ഐഹിക പാരത്രിക പ്രതിഫലം നേടിത്തരുന്ന ഒരു നമസ്കാരമാണ്. അവർ രാത്രിയിൽ സുജൂദ് ചെയ്യുകയും അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. അവരുടെ മുമ്പിൽ കൂടെയും വലതുഭാഗത്തു കൂടെയും പ്രകാശം പ്രസരിച്ചു കൊണ്ടേ ഇരിക്കും അല്ലെ. പിന്നെ മഹമൂദൻ അല്ലെ. അതായത് ഞാന് പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഓതി വെച്ച ആയത്താണ്, രാത്രിയിൽ നീ അല്പസമയം ഓതിക്കൊള്ളാൽ അത് നിനക്ക് കൂടുതലായുള്ള ഒരു പുണ്യകർമ്മമാകുന്നു, നിന്റെ രക്ഷിതാവ് സ്തുത്യർഹമായ സ്ഥാനത്ത് നിയോഗിച്ചേക്കാം. ഇതിൽ ഖുർആനിലെ ഒരായത്താണ്, നമുക്ക് ഉന്നതമായ സ്ഥാനം നേടിത്തരുന്നതായിരിക്കും. ഇതൊന്നും അല്ലട്ടോ, ഇതിന് ഒരുപാടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരു ദിവസം അത് മാത്രമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ചോദ്യോത്തര സെഷനിലേക്ക് തന്നെ കടക്കാം ഇൻഷാ അല്ലാഹ്. ബില്ലാഹി തൗഫീഖ്. അടുത്ത ചോദ്യം നമുക്കറിയാലോ, എല്ലാ കാര്യത്തിലും നമുക്കൊരു നിയത്ത് ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ ഈ തഹജ്ജുദ് നമസ്കാരത്തിൽ എപ്പോഴാണ് നിയത്ത് വെക്കേണ്ടത്, എങ്ങനെയാണ് നിയത്ത് ചെയ്യേണ്ടത്, അതൊന്ന് വിശദീകരിക്കാമോ? ഒരു നല്ല ചോദ്യമാണ്. ഇത് നമ്മുടെ നൂറ് സഹോദരിയില് ഈ ന്യൂലി റീസെന്റ് ആഡഡ് ആയിട്ടുള്ള 1-2 സഹോദരിമാരെ ചോദ്യങ്ങളാണ്. നമ്മൾ എങ്ങനെയാണ് ഇതിന് നെയ്യത്ത് വെക്കേണ്ടത്, എപ്പോഴാണ് വെക്കേണ്ടത്? അവർ ചോദിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് വെക്കുന്ന നിയത്തിനെ കുറിച്ചാണ് അവർ ഇന്റന്റ് ചെയ്യുന്നത് കേട്ടോ. ആക്ച്വലി ഇതിന്റെ നിയത്ത് രാവിലെയാണോ? ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് ഹാൻഡ്സപ്പ് ചെയ്യുക. രാവിലെയാണോ സോറി എഴുന്നേറ്റിട്ടാണോ തഹജ്ജുദിന് നെയ്യത്ത് വെക്കല്? ആണെന്നുള്ള അഭിപ്രായം ഉള്ളവരൊന്ന് തംസപ്പ് കൊടുക്കി. അല്ല,
തഹജ്ജുദ് നമസ്കാരത്തിന് നമ്മൾ രാത്രി കിടക്കുമ്പോഴാണ് നെയ്യത്ത് വെക്കേണ്ടത്. ഞാൻ നാളെ തഹജ്ജുദ് നമസ്കരിക്കും. പിന്നെ മാത്രമല്ല, അതിനൊരു അഡീഷണൽ ആയിട്ട് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോ അള്ളാഹുവേ നീ എന്നെ വിളിച്ചുണർത്തണേന്ന് പറഞ്ഞിട്ട് കിടക്കുക. അള്ളാഹുവിനെ ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി നടത്തുന്ന കാര്യത്തിൽ അള്ളാഹു അത്രക്ക് സൂക്ഷ്മത ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ അല്ലേ, അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറിയും. അള്ളാഹു ഖബീറും ആണ്. അതുകൊണ്ട് തന്നെ രാത്രി കിടക്കുമ്പോ നെയ്യത്ത് വെച്ചിട്ട് കിടക്കുക. ഇൻഷാ അള്ളാ കിടക്കുമ്പോ തന്നെ നെയ്യത്ത് വെക്കാം. ഇൻഷാ അള്ളാ ഞാൻ നാളെ തഹജ്ജുദ് നിസ്കരിക്കും. എത്രയാണോ നമ്മൾ നിസ്കരിക്കുക അത്ര നിസ്കരിക്കും എന്നുള്ള നെയ്യത്ത് നമ്മൾ രാത്രി അദ്കാർ, സ്ലീപ്പിംഗ് അദ്കാറിനോടൊപ്പം തന്നെ നെയ്യത്ത് വെക്കുക. പിന്നെ അതിന്റെ കൂടെ തന്നെ അള്ളാഹുവെ നീ എന്നെ വിളിച്ചുണർത്തണേ, സമയത്ത് ഉണരാനുള്ള തൗഫീഖ് നൽകണേ എന്നും കൂടെ പറഞ്ഞിട്ട് അതൊരു അപ്ലിക്കേഷൻ ആയിട്ട് രാത്രി കൊടുത്തിട്ടിടാം അല്ലെ. പിന്നെ ഉറങ്ങിപ്പോയാലും രാത്രി നമസ്കാരത്തിന് അതിന് പ്രതിഫലമാണ്. പിന്നെ രാത്രി നമസ്കാരത്തിന്റെ പ്രതിഫലം നമ്മൾ ഉറങ്ങിപ്പോയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രതിഫലം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറങ്ങിയാലും പ്രതിഫലം ഉണ്ട്. പിന്നെ അത് വിചാരിച്ചിട്ട് ആരും മനഃപൂർവ്വം ഉറങ്ങാനും പാടില്ല കേട്ടോ. അങ്ങനെ ഉണ്ട്. ഉറങ്ങിപ്പോയാലും അത് പുണ്യമുള്ള കർമ്മമാണ്. പിന്നെ അബൂദർ റളിയല്ലാഹു പറഞ്ഞു, നിവേദനം ചെയ്ത ഹദീസിൽ പറയുന്ന, ആരെങ്കിലും ഉറങ്ങുവാൻ തന്റെ വിരിപ്പിലെത്തി അയാൾ രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുവാനും നമസ്കരിക്കുവാനും നിയ്യത്ത് ചെയ്യുന്നു. എന്നാൽ നേരം പുലരുവോളം അവൻ ഉറങ്ങിപ്പോയി. താൻ എന്താണോ നിയ്യത്ത് ചെയ്തത് അയാൾക്ക് രേഖപ്പെടുത്തും. അയാളുടെ ഉറക്കം അയാൾ അള്ളാഹുവിൽ നിന്നുള്ള ഒരു സ്വതക്കയായി തീരും. അൽബാനി സഹിയാക്കിയ ഹദീസാണ് ഇത്. വ്യാജ ഹദീസ് ഒന്നല്ല, കറക്റ്റ് ഹദീസ് കൂടാണ് കേട്ടോ. അപ്പൊ അയാൾ ഉറങ്ങിപ്പോയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സദക്കയായിട്ട് കൊടുക്കും. നമസ്കാരത്തിന്റെ പ്രതിഫലം അപ്പം തന്നെ എഴുതിയിട്ടുണ്ടാവും എന്നാ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു നമ്മൾ എല്ലാ കർമ്മങ്ങൾക്കും നമ്മൾ എടുത്ത് നോക്കിയിട്ട് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നോമ്പ് പിടിച്ചിട്ട് സദക്ക കൊടുത്തിട്ട് എന്നിട്ട് തന്റെ മനസ്സിൽ എന്താണെന്ന് അങ്ങനൊക്കെ നോക്കിയിട്ടല്ല ചെയ്യുക. പക്ഷെ തഹജ്ജുദ് നമസ്കാരത്തിന്റെ പ്രതിഫലം രാത്രിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അള്ളാഹ്ക്കറിയാം ചിലപ്പോ അവൻ നാളെ നിസ്കരിക്കൂല, അവൻ ദീർഘദൂര യാത്ര കഴിഞ്ഞ് വന്നതാണ്, അല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് ജോലി ഉണ്ട്, അതുകൊണ്ട് അവന് നാളെ നിസ്കരിക്കാൻ കഴിയൂല എന്ന് അള്ളാഹുവിന് അറിയാം. അള്ളാഹു ഇന്നും നാളെയും മറ്റന്നാളൊക്കെ അള്ളാഹിന്റെ മുമ്പിൽ ഒരുപോലെ ആണല്ലോ. പക്ഷേ ഇതിന്റെ പ്രതിഫലം അള്ളാഹു എഴുതി കഴിഞ്ഞിരിക്കും, അത് നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തഹജ്ജുദ് തലേ ദിവസം രാത്രിയെ നെയ്യത്ത് വെക്കേണ്ടതാണ്. പിന്നെ സഹോദരിമാരെ സംശയം, ഇനി പിന്നെ നേരം വെളുത്താൽ എങ്ങനെ വെക്കണം? അങ്ങനെ നെയ്യത്ത് വെക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തലേന്ന് വെച്ച നെയ്യത്ത് തന്നെ നമ്മുടെ നമസ്കാരത്തിന് ധാരാളം മതിയാകുന്നതാണ്. ഇൻഷാ അല്ലാഹ് പിറ്റേന്ന് അങ്ങനെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ തഹജ്ജുദ് നമസ്കരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ വിത്തറും നമസ്കരിക്കും. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉ, പടച്ചോനെ എന്നിൽ നിന്ന് ഇത് സ്വീകരിക്കണേ എന്നുള്ള ഒരു നെയ്യത്ത് കൂടെ നന്നായിരിക്കും. അപ്പൊ മനസ്സിലായില്ലേ? തഹജ്ജുദ് നമസ്കാരം നെയ്യത്ത് വെക്കുമ്പോൾ തന്നെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. ഇനി അഥവാ നമസ്കരിച്ചിട്ടില്ലെങ്കിലും അവന് അള്ളാഹു ചെയ്തിട്ടില്ല അത് മായ്ക്കണമെന്ന് നന്മ എഴുതുന്ന മലക്കിനോട് പറയൂല. ആ പ്രതിഫലം സ്ഥിരപ്പെട്ടത് തന്നെയാണ്. അതൊരു സദക്കയായിട്ട് അള്ളാഹു കണക്ക് കൂട്ടും എന്ന് വെച്ച് വല്ലവരും അള്ളാഹിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിസ്കരിക്കാന്ന് വിചാരിക്കാൻ വേണ്ട, എല്ലാവരും അടിച്ചാലും ഞാൻ എണീക്കൂല എന്ന് വിചാരിച്ച് കിടക്കുകയാണെങ്കിൽ അത് അള്ളാഹ്ക്ക് മനസ്സിലാവും. പക്ഷെ ആ ട്രാപ്പിലും അള്ളാഹു പ്രതിഫലം രേഖപ്പെടുത്തും. അതെന്ന് വെച്ച് നമ്മൾ ആ ഒരു ട്രാപ്പ് അള്ളാഹ്ക്ക് നേരെ പ്രയോഗിക്കാതിരിക്കുകയാണ് വേണ്ടത്. പിന്നെ ഇനി ശേഷം പറയുന്നുണ്ട്, ഇനി അഥവാ ക്ഷീണമായി പോയാൽ എന്ത് ചെയ്യണം, എല്ലാവരും ഓഫാക്കി പോയാൽ എന്ത് ചെയ്യണം, അതിൻ്റെയൊക്കെ മറുപടി ശേഷം വിശദീകരിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അടുത്തത് സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു സംഭവം, തഹജ്ജുദ് നിസ്കാരത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ കേൾക്കുക യാത്രയുടെ അന്ത്യാമങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരുന്നുള്ളത്. അപ്പൊ തഹജ്ജുദ് നമസ്കാര സമയത്ത് എഴുന്നേറ്റ് ദുആ ചെയ്താൽ എന്ത് ചോദിച്ചാലും നൽകുമോ? അൽഹംദുലില്ലാ, നല്ലൊരു ചോദ്യമാണ്. മാഷാ അല്ലാഹ്. ജാബിർ റളിയല്ലാഹുവിൽ നിന്നുള്ള ഒരു ഹദീസ് മുഖാന്തരം ഞാൻ അത് നിങ്ങൾക്ക് സത്യപ്പെടുത്തുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ജാബിറിൻ ഖാല സമഅതു നബിയ്യ ഇന്ന ഫിൽ ലൈലി ലസഅത ലാ യുവാഫിഖുഹാ റജുലുൻ. അതായത് രാത്രിയിൽ ഒരു സമയമുണ്ട്, ഒരു മുസ്ലിമായ മനുഷ്യൻ തന്റെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും, അണ്ടർലൈൻ ചെയ്യുക, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും രണ്ടും ചോദിക്കാം. ചിലരുണ്ട് വെറും ആഖിറം മാത്രം ചോദിക്കൽ, അങ്ങനെ ഇല്ല. ദുനിയാവ് എളുപ്പമായെങ്കിലേ ആഖിറം എളുപ്പമാകൂ. നമുക്ക് വീടും നമസ്കരിക്കാനുള്ള വെള്ളവും അതിനുള്ള കരണ്ടും എഴുന്നേൽക്കാനുള്ള ആരോഗ്യവും ഒന്നു ചെയ്യാനുള്ള വെള്ളവും
ചൂടെടുക്കുക, ഫാനും വെളിച്ചം, പിന്നെ ജനല് തുറന്നിട്ട് ഇന്ന സമാവാത്തി ഓതാനുള്ള ഫെസിലിറ്റി ഒക്കെ നമുക്ക് വേണം. വെറും ആഖിറം മാത്രം ചോദിച്ചാൽ പോരാ, ദുനിയാവിലെ സൗകര്യങ്ങളും ഇല്ലേ, നല്ല ആരോഗ്യവും നല്ല ഉന്മേഷവും ഒക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എണീച്ച് നിസ്കരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഒരു മുസ്ലിമായ മനുഷ്യൻ തന്റെ ദുനിയാവിലെയും ആഖിറത്തിന്റെയും കാര്യങ്ങളിലെ നന്മ ചോദിക്കുന്നത് ആ സമയത്തോട് യോജിച്ചു വന്നാൽ അത് അയാൾക്ക് അള്ളാഹു നൽകാതിരിക്കുകയില്ല. ഇത് എല്ലാ രാവുകളിലും ഉണ്ട് അല്ലെ, എല്ലാ ദിവസവും രാത്രി ഉണ്ട് ഒരു പ്രത്യേക സമയം. ലൈക്ക് എങ്ങനെ വെള്ളിയാഴ്ച പോലെ അല്ലെ, വെള്ളിയാഴ്ച ഉണ്ട് ഇങ്ങനെ നമ്മളെ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഒരു സമയം. അതും നമുക്കറിയില്ല, ലൈലത്തുൽ ഖദർ പോലെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ആ സമയത്തോട് യോജിച്ച് വന്നാൽ നമ്മൾ ചോദിക്കുന്നതെല്ലാം കിട്ടും അല്ലെ, ഇൻഷാ അല്ലാഹ്. പിന്നെ ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസും കൂടെ ശ്രദ്ധിക്കുക. അതായത് അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമ്മുടെ നന്മ നിറഞ്ഞ രക്ഷിതാവ് എല്ലാ രാത്രിയിലും രാത്രിയുടെ 1/3 ഭാഗം അവശേഷിക്കുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് ഇറങ്ങി വരും. ആകാശ ലോകത്തേക്ക് ഇറങ്ങി വരും. ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് കേട്ടോ. അൻസിലു റബ്ബുന തബാറകല്ലാഹു വതആല കുല്ല ലൈലത്തിൻ ഇല സമായി ദുനിയ യഹീന യബ്കാ സുലുസുൽ ലൈലിൽ ആഖിർ. അതായത് 1/3 രാത്രി 12 മണിക്കൂറിനെ 1/3 ആക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 മണിന്റെ അടുത്തുള്ള സമയത്ത് അള്ളാഹു ആകാശ ലോകത്ത് അള്ളാഹു ഏഴാൻ ആകാശത്തിന്റെ മുകളിൽ വകാന അർശുഹു അലൽ മായി, അള്ളാഹുവിന്റെ അർശ് വെള്ളത്തിന്റെ മുകളിലാണ്. അവിടുന്ന് അള്ളാഹു ഇറങ്ങി വന്നിട്ട് ചോദിക്കും, മയ്യദോനി, ആരുണ്ട് എന്നോട് ചോദിക്കാൻ, അവന് ഞാൻ ഉത്തരം നൽകും. മൻ യസ്അലൂനി, ആരുണ്ട് എന്നോട് ചോദിക്കുവാൻ, അവന് അവന് ഞാൻ നൽകും. മൻ യസ്തഗ്ഫിറൂനി, ആരുണ്ട് എന്നോട് പാപമോചനം നേടുവാൻ, ഫഗ്ഫിറ ലഹു, അവന് ഞാൻ പുറത്തു കൊടുക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ ഒരു വലിയ പ്രോമിസ് ആണ്, വാഗ്ദാനമാണ് അല്ലെ. അള്ളാഹു രാത്രി ആകാശ ലോകത്ത് ഈ അള്ളാഹ് എന്ന് പറയുന്ന ആരാ? നമുക്ക് നരേന്ദ്രമോദിയോ ട്രംപോ ഒക്കെ പോലത്തെ ഒരു വെയിറ്റ് ആണോ? അല്ല, അള്ളാഹിനെ വെയിറ്റ് ആരെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എല്ലാറ്റിന്റെയും ഉപരിയാണ്, എബവ് ഓഫ് ഓൾ അല്ലെ. എല്ലാത്തിനും അത്രയും ലോകം മുഴുവൻ പരിപാലിക്കുന്ന ഹലക്കസമാവാത്തി വമാ ഫിൽ അർളി വമാ ബൈനഹുമാ, എല്ലാ ആകാശങ്ങളെയും ഭൂമിയും അതിനിടയിൽ വമാ തഹ്ത സറ, അതിനിടയിലുള്ളവനെയും സൃഷ്ടിച്ച രാജാദിനായ മാലിക്കുൽ മുൽക്കായ രാജാവ് രാത്രി 2 മണി സമയത്ത് ഉറക്കൊഴിഞ്ഞിരുന്നിട്ട് വരിക ആകാശ ലോകത്തുനിന്ന് താഴത്തേക്കില്ലേ. എവിടുന്നാ മൂപ്പര് വക്കാൻ അർഷുഹു അലൽ മായി, അള്ളാന്റെ അർഷ് വെള്ളത്തിന്റെ മോലെ, ഏഴാൻ ആകാശത്തിന്റെ മോളെ, സ്വർഗത്തിന്റെ മേലെ വെള്ളത്തിന്റെ മേലാണ് അർഷ്. അവിടുന്ന് ഇറങ്ങി വന്നിട്ട് ചോദിക്കാം, മൻ യദൂനി, ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ അവന് ദുആ ചെയ്ത കാര്യം കൊടുക്കും. മൻ യസ്അലൂനി, വേറെന്തെങ്കിലും ചോദിച്ചാൽ അവൻ അത് നൽകും. മൻ യസ്തഗ്ഫിറൂനി, ആരെന്നോട് പാപമോചനം തേടുന്നു അവന് പുറത്തും കൊടുക്കും എന്ന് പറയുമ്പോ സഹോദരിമാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മൂടി പൊതച്ച് ആ 2 മണി 3 മണി സമയത്ത് നമുക്കൊരു മൂത്രമൊഴിക്കാൻ മുട്ടല അല്ലെ. അന്നേരം ഒന്ന് മൂത്രമൊഴിച്ച് വന്നാല് നല്ല പുതപ്പുണ്ടാവും, AC റൂം ഉണ്ടാവും, സുന്ദരനായ ഭർത്താവ് കിടക്കുന്നുണ്ടാവും. അന്നേരം നമ്മളോട് കൂടെ ഉള്ള ഇബ്ലീസ് പറയും, ഒരു കാര്യം ചെയ്യുക, ഒന്ന് കെട്ടിപ്പിടിച്ച ഒരു 5 മിനിറ്റ് അല്ലേ. അപ്പൊ ഇബ്ലീസ് തന്നെ അതിന്റെ പരിഹാരം പറഞ്ഞുതരും. ഞാൻ എന്നെ വിളിച്ചോളാം എന്നിട്ട് സുബഹിയൊന്നും ആവില്ല, അതിന്റെ മുമ്പേ വിളിക്കുക, ഒരു 5 മിനിറ്റ് കിടന്നോ, ഒരു 5 മിനിറ്റ് കിടന്നോ എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മളെ കൊണ്ട് അലാറം ഓഫാക്കിച്ച് കിടപ്പിച്ചിട്ട് ആ ഉറങ്ങി ചിലപ്പോ ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എണീക്കുക അല്ലെ. ഇബ്ലീസ് നമ്മളെ ചെവിയിൽ മൂത്രമൊഴിച്ച് നമ്മളെ ഉറക്കും. അപ്പൊ അത് പലപ്പോഴും ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് ഗൾഫുകാരൊക്കെ വന്നു കഴിഞ്ഞാല് പകലൊക്കെ ഫുൾ സൽക്കാരവും വിരുന്നും ആയിരിക്കും അല്ലെ. അപ്പൊ ഇബ്ലീസ് പറയുന്നത്, ഞാൻ വിളിച്ചോളാം, കിടന്ന് ഒരു 5 മിനിറ്റ് അല്ലേ, ഒന്ന് പുതപ്പ് തലയിൽ കൂടെ മൂടിയത് നല്ല സുഖമാണ് ആ സമയത്ത് ഒരു ഉറക്കിന് അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞ് പിന്നെ ഇബ്ലീസ് ഉറക്കാൻ ശ്രമിക്കും. പക്ഷെ ആ ഒരു ബന്ധം പൊട്ടിച്ച് വരണമെങ്കിൽ അതൊരു സത്യവിശ്വാസിക്കല്ലാണ്ട് വേറൊരാൾക്കും കഴിയില്ല. ഭർത്താവട്ടെ, AC ആവട്ടെ, പട്ടുമെത്തയാവട്ടെ, ഇതൊക്കെ പൊട്ടിച്ച് വരണമെങ്കിൽ അവന് അത് വരണമെങ്കിൽ അത് ഒന്നൊന്നര വരവ് തന്നെ ആയിരിക്കും അല്ലെ. നമുക്കൊന്നും തോന്നൂലല്ലോ അങ്ങനെ കിടന്നുറങ്ങാനില്ലേ. അപ്പൊ ഒരു ഉമ്മ കൊടുത്തിട്ട് നമ്മളിങ്ങ് പോരും. നമുക്ക് അള്ളാഹ് വിളിക്കുന്നുണ്ട്, ഭർത്താവ് കിടക്കയിലേക്ക് ഭർത്താവ് ഉറക്കിലായിരിക്കും, പക്ഷെ ഭർത്താവിന്റെ ആയ സുഖങ്ങൾ നമ്മളെ മാടി വിളിക്കുന്നു, അള്ളാഹിനേക്കുള്ള തഖ്വ സ്വർഗം മാടി വിളിക്കുന്നു. അപ്പൊ നമ്മള് സ്വർഗം ചൂസ് ചെയ്ത് അവിടുന്ന് എഴുന്നേറ്റ് പോരും അല്ലെ, ഇൻഷാ അല്ലാഹ്. അടുത്ത ചോദ്യം, തഹജ്ജുദ് നമസ്കാരക്കാരുടെ മുഖത്തിന് വല്ല പ്രത്യേകതയും ഉണ്ടോ?
അപ്പൊ തഹജ്ജുദ് നമസ്കാരക്കാരുടെ മുഖം ശോഭനമായിരിക്കും. ചില ആണുങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, വല്ലാതെ വെട്ടിത്തിളങ്ങുന്നല്ലേ, വെളിച്ചമുള്ള മുഖം രാത്രി നമസ്കാരക്കാർക്ക് അള്ളാഹു നൽകുന്ന സമ്മാനമാണ്. ദുനിയാവിലും ആഖിറത്തിലും അവരുടെ മുഖത്ത് വെളിച്ചമുള്ളതായിരിക്കും. പരലോകത്ത് വരുന്ന ചിലരുടെ മുഖങ്ങൾ കൂരിരുട്ട് പോലെ അല്ലെ. കുറെ നമ്മൾ ഖുർആനിലെ 1-ാം ജുസില് 1 ജുസിലൊക്കെ അതിനെ കുറിച്ചിട്ട് നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ കറുത്തിരുണ്ട മുഖങ്ങളായിരിക്കും അല്ലെ. അല്ലെ, ചിലരുടെ മുഖങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടത് കൊണ്ട് വളരെ സംതൃപ്തമായ മുഖങ്ങളായിരിക്കും. അള്ളാനെ കാണാൻ വേണ്ടിയിട്ട് അല്ലെ ദൃശ്യത്തിലില്ലേ മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നുണ്ടാവും അല്ലെ. ചില മുഖങ്ങൾ വെട്ടിത്തിളങ്ങുകയും പ്രകാശം പൊഴിക്കുകയും ചെയ്യുന്നതായിരിക്കും. പിന്നെ സീമാഉഹു ഫീ വുജൂഹിഹിം മൻ അദറി സുജൂദ്, സുജൂദിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, നിങ്ങൾ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരും കേട്ടോ. ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. എനിക്കറിയാം ഞാനീ പറയുന്ന ഉത്തരങ്ങളല്ലാത്ത കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുണ്ട്, മേ ബി ഉണ്ടായിരിക്കാം. അതിന്റെ സംശയങ്ങളും തീർത്തു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ സുജൂദിന്റെ ഫലമായി അവരുടെ മുഖങ്ങൾ വെട്ടിത്തിളങ്ങും അല്ലെ. 2 കാര്യങ്ങളാണ് നമുക്ക് അള്ളാഹുവിൽ എത്തുമ്പോൾ അള്ളാഹുവിന് നമ്മളെ മനസ്സിലാവും. എന്താണെന്നറിയോ? ഒന്ന് അസ്തറി സുജൂദ്, നെറ്റിയിലെ സുജൂദിന്റെ അടയാളം. വേറൊന്നും എന്താണെന്നറിയോ? അറിയോ? ആരെങ്കിലും അറിയുന്നവരുടെ തംസപ്പ് ചെയ്തോളി. രാത്രി കിടക്കും മുമ്പ് നിസ്കാരത്തിന് അല്ല, അത് എന്താണ്? വുളൂവിന്റെ വുളു ചെയ്ത ഒരു മനുഷ്യന്, വുളുവിൽ ആയിരിക്കുന്ന മനുഷ്യനെ കണ്ടാല് അതിന്റെ ഒരു 100 പ്രകാശം ഉണ്ടാവും. അതേസമയം നമ്മളിപ്പോ ളുഹർ നമസ്കാരത്തിന് അസർ നമസ്കാരത്തിന് ഉദ്ദേശിച്ച് വുളു ചെയ്ത് 2 മണിക്ക് ശേഷം ഹസ്ബൻഡിന്റെ കൂടെ കിടക്കുകയാണ് നമ്മൾ ചോറുന്നിട്ട്. അപ്പൊ നമ്മൾ കിടക്കുമ്പോ നേരത്തെ നമുക്ക് അസർ സ്കരിക്കണം, ഞാൻ വുളുവിൽ കിടക്കുക, അത്രയും സമയത്തെ പ്രതിഫലം കിട്ടുട്ടോ. അത് വേറൊരു ട്രിക്കാ, അതൊക്കെ പറയാൻ സമയമില്ല. അങ്ങനെ കിടന്നൊരു 4 മണിക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ എണീറ്റപ്പോ എന്റെ ഒന്നും പോയിട്ടില്ല, അതിന്റെ കൂടെ കിടന്നു എന്ന് വെച്ചിട്ട് ഒന്നും പോകില്ലല്ലോ. അപ്പൊ നമ്മൾ വീണ്ടും ആ ഒന്നും നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക, നമ്മൾ വീണ്ടും ഒന്നും എടുത്തെന്ന് വിചാരിക്കുക. അപ്പൊ നൂറൻ അലാ നൂറിഹി, അവരുടെ മുഖം സാധാരണ തിളങ്ങുന്നുണ്ടാവും. ഓൾറെഡി ഒന്നും എടുക്കുന്ന മനുഷ്യനായതുകൊണ്ട് തിളങ്ങുന്നുണ്ട്. നൂറൻ അലാ, അതിന്റെ മേൽ തിളക്കം. അപ്പൊ ഈ 2 അസറുകളാണ് നമുക്ക് അവിടെ എത്തിയാൽ അള്ളാഹുവിനെ നമ്മളെ തിരിച്ചറിയാനുണ്ടാവുക. ഒന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്നത് കൊണ്ടും മറ്റുള്ള എല്ലാ നമസ്കാരങ്ങളെ കൊണ്ടും നമ്മളെ മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങും അല്ലെ. നിങ്ങൾക്കറിയാം നമ്മൾ ഒരുപാട് തന്നെ MGM-ൽ പ്രവർത്തിക്കുന്നുണ്ടാവും. വേറെ എന്തെങ്കിലും ചാരിറ്റിന്റെ ഇതിലൊക്കെ കേട്ടാൽ എത്തിൻകുട്ടിന്റെ കല്യാണം കഴിച്ചു കൊടുക്കും, പിന്നെ വേറെ ആരെയും പാവപ്പെട്ട പോലെ ഹോസ്പിറ്റലിൽ പോകണം, അങ്ങനെ എന്ത് കാര്യവും ചെയ്യും. പക്ഷെ ഒരുപാടൊക്കെ ചെയ്യുന്നു. ചിലർക്ക് തഹജ്ജുദ് നിസ്കരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവില്ല അല്ലെ. നിങ്ങൾക്ക് അറിയുന്ന ചിലരെന്നെങ്കിലും ഇല്ലേ? എല്ലാ കാര്യത്തിലും അവര് മുമ്പിലാ. സുന്നത്ത് നോമ്പ് നോൽക്കും, ആളുകൾക്ക് ഉപകാരം ചെയ്യും, നല്ല സ്വഭാവമൊക്കെ ആയിരിക്കും. പക്ഷെ തഹജ്ജുദ് നിസ്കരിക്കാൻ ഓല് എന്താ പറയാ, എനിക്ക് രാത്രി കിടന്നാ കുട്ടികളെ പണിയെല്ലാം കഴിഞ്ഞ് കിടന്നാ തടി പൊന്തൂല, അല്ലെങ്കിൽ പറയും ഗുളിക ഉണ്ട് അല്ലെ. അപ്പൊ ഗുളിക ഇല്ലാത്തവരായിട്ട് ഇപ്പോൾ ആരും ഇല്ല. ഗുളിക ഇല്ലാത്തവരുണ്ടെങ്കിൽ പോലും അവാർഡ് കൊടുക്കണം. അങ്ങനെ ആയിരിക്കും നമ്മളെ കാലഘട്ടം അല്ലെ. അപ്പൊ ആ ഓരോ റീസൺസ് പറഞ്ഞിട്ട് അവര് നിസ്കാരത്തെ പുറകിലേക്ക് മാറ്റും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടി അള്ളാഹിന്റെ അപാരമായ തൗഫീഖാണ്, അപാരമായ തൗഫീഖാണ്. വീണ്ടും ഞാൻ പറയാണ്, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ തരുന്നൊരു നമസ്കാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെങ്കിലും അതൊരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. അത് നഷ്ടപ്പെടുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ അള്ളാഹു ചൂസ് ചെയ്തു. ഇഖ്താറ ലിന്നാസി, ജനങ്ങളിൽ നിന്ന് നിങ്ങളെ അള്ളാഹു തെരഞ്ഞെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെ. പിന്നെ രാത്രിയിലും പകലിലുമായി ധാരാളമായി അവർ നമസ്കരിക്കുന്നത് കൊണ്ട് അവരുടെ നെറ്റിയിൽ അസറി സുജൂദിന്റെ അടയാളമുണ്ട് അല്ലെ. പകലിലെ വ്രതവും രാത്രിയിലെ ഉറക്കമൊഴിച്ചുള്ള നമസ്കാരവും കാരണം അവരുടെ മുഖങ്ങൾ വെട്ടിത്തിളങ്ങുന്നുണ്ട്. ഖുർത്തുബി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പിന്നെ സഈദ് ബിൻ മുസയ്യബ് പറയുന്നു, ഒരാൾ രാത്രി നമസ്കരിക്കുന്നവനാണെങ്കിൽ അള്ളാഹു അവന്റെ മുഖത്ത് ഒരു പ്രകാശം ഇട്ടുകൊടുക്കുന്നു. എല്ലാ മുസ്ലിങ്ങളും അവനെ ഇഷ്ടപ്പെടും. ഇനി അവരെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാൾ അവനെ കണ്ടാൽ പറയും എനിക്ക് അയാളെ ഇഷ്ടമാണ്. പുതുതായിട്ട് ആരെയും കണ്ടാലും അയാൾ പറയുമല്ലേ, എനിക്ക് എന്തോന്നും അറിയില്ല, എനിക്ക് അയാളെ കണ്ടപ്പോ ഇഷ്ടമായി, നമ്മളെ കണ്ടപ്പോ ഇഷ്ടമായി എന്ന് പറയും. അപ്പൊ ആളുകളെ മൊത്തത്തിൽ ഞങ്ങൾക്കറിയാം. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം. അതിൽ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ മാത്രം 100ഓളം ഇഷ്ടങ്ങൾ ഉണ്ട് കേട്ടോ. ആക്ച്വലി എഴുതുമ്പോൾ എനിക്കും അറിയില്ലായിരുന്നു 100ഓളം ഇഷ്ടങ്ങൾ. ഞാൻ എഴുതി വന്നപ്പോ അള്ളാഹുവിന്റെ ഒരു എന്താ പറയണ്ടേ, ഒരു മഹനീയ ഒരു
എന്താ ഓപ്പണിങ് കിട്ടിയിട്ട് ഞാൻ അങ്ങനെ എഴുതി. അതിൽ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനായാൽ ഒരു മനുഷ്യനെ അള്ളാഹു സ്നേഹിച്ചാൽ ആകാശ ലോകത്തുള്ള മലക്കുകളോട് പറയൂ, നിങ്ങൾ ഇന്ന ആളെ, എന്നെ ഫാത്തിമയെ സ്നേഹിച്ചോളൂ, ഇന്ന നാട്ടിലുള്ള ഫാത്തിമ. അപ്പം പറയൂ, മലക്കുകളെ ആകാശ ലോകത്തുള്ളവരോട് അവളെ ഇഷ്ടപ്പെടാൻ പറയുക. അതിനുശേഷം പറയും, ഭൂമിയിലുള്ളവരും അവളെ ഇഷ്ടപ്പെടട്ടെ. അങ്ങനെ രണ്ടു കൂട്ടരും അവളെ ഇഷ്ടമാവും. അപ്പൊ ആ ഒരു ഇഷ്ടം എന്തിനു കിട്ടൂ? തഹജ്ജുദ് നമസ്കാരക്കാർക്ക് കിട്ടും. മനസ്സിലായോ? ഇതൊന്നല്ല കേട്ടോ, ഇനി ഒരുപാട് ഉണ്ടായി. ഞാൻ ഒരു ദിവസം അതിനു വേണ്ടി മാത്രം ക്ലാസ് എടുത്തോളാം. ഓക്കെ, ഇപ്പൊ ചോദ്യോത്തര സെഷൻ ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. രാത്രി നമസ്കാരം നിർവഹിക്കേണ്ടത് എപ്പോഴാണ്? അതായത് ഇശാ നമസ്കാര ശേഷം സുബഹി ബാങ്ക് വരെയുള്ള ഏത് സമയത്തും നിർവഹിക്കാം. ഈ നമസ്കാരത്തിന് ഒരുപാട് പേരുകളുണ്ട്. ഇൻഷാ അല്ലാഹ് വഴിയെ പറഞ്ഞു തരാം. നബി സല്ലല്ലാഹു നമസ്കരിച്ചിട്ടുള്ളതുപോലെ രാത്രി ഏറെ ഭാഗവും നമസ്കരിക്കുന്നതാണ് ശ്രേഷ്ഠത, അല്ലെ? അതായത് പല സൂറത്തുകളിലും രാത്രിയുടെ കുറച്ച് ഭാഗം അല്ലെങ്കിൽ പകുതി സമയം വരെ നമസ്കരിച്ചിരുന്നു എന്ന് കാണാം, അല്ലെ? അതായത് നമസ്കാരം ഉദ്ദേശിക്കുന്നവർ രാത്രി നേരത്തെ ഉറങ്ങുകയും നമസ്കാരത്തിനായി രാത്രിയുടെ അവസാന സമയം തെരഞ്ഞെടുക്കുകയുമാണ് ചെയ്യേണ്ടത്. വിശ്വാസിയുടെ ഗുണമായി അള്ളാഹു പറയുന്നത്, അവർ റബ്ബിനോട് പ്രാർത്ഥിക്കാനായി ശയ്യകൾ വിട്ട് ഉയരുന്നവരാണ്, അല്ലെ? നമ്മൾ ദിവസം ഓതുന്ന ഒരു സൂറത്താണ് സജദ. അതിലെ സജദന്റെ സുജൂദ് കഴിഞ്ഞാൽ കാണാം, തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, അല്ലെ? അതായത് ആ ആയത്ത് വീണ്ടും ഉണ്ട്. ഞാൻ ലക്ഷ്യം മാത്രം പറഞ്ഞിട്ട് പോവാണ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയില്ലെന്ന് ഭയപ്പെടുമ്പോൾ രാത്രിയുടെ അവസാനത്തെ സമയത്ത് ഇത്ര നമസ്കരിച്ചിട്ടും ഉറങ്ങാം, അല്ലെ? അപ്പം രാത്രി കിടക്ക വിട്ട് ഉണരുന്ന ആൾക്കാരാണ് സത്യവിശ്വാസികളിൽ ഏറ്റവും ഉത്തമമുള്ളത്, അല്ലെ? ഇനി ആരെങ്കിലും ഇന്ന് രാത്രി ഉണരുമെന്ന് വല്ലവനും പ്രതീക്ഷയുണ്ടെങ്കിൽ അവൻ വിത്ർ നമസ്കരിക്കാതെ കിടക്കുന്നതായിരിക്കും നന്നാവുക, അല്ലെ? വിത്ർ നമസ്കരിച്ച് കിടക്കുന്നത് ഇന്നിപ്പോ നമ്മളിപ്പോ ലോങ് യാത്ര കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റിന് വന്ന രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ വീട്ടിൽ എന്തെങ്കിലും സൽക്കാരങ്ങളോ പരിപാടികളൊക്കെ ഉണ്ട്, അങ്ങനൊക്കെ ആണെങ്കിൽ നമുക്ക് വിത്ർ നമസ്കരിച്ച് കിടക്കാം. എന്നാലും ആ രാത്രി നമസ്കാരത്തിന്റെ നെയ്യത്ത് മനസ്സിൽ വേണം, നിസ്കരിക്കുകയും വേണം, അല്ലെ? പിന്നെ രാത്രി നമസ്കാരത്തിന്റെ ഏറ്റവും മഹത്തായ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അത് മലക്കുകള് നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന നമസ്കാരമാണ്. അതൊരു ഉത്തമമായ സമയവുമാണ്. ആ സമയം ഞാൻ പറഞ്ഞില്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല മാലിക്കുൽ മുൽക്കായ രാജാതിരാജനായ അള്ളാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന ഉത്തമമായ സമയമാണത്. ആ സമയത്തിൽ നിസ്കരിക്കുന്ന കാത്തിട്ട് എന്തുണ്ട്? മലക്കുകളുണ്ട്. മലക്കുകൾ നമ്മുടെ നിസ്കാരത്തിനോടൊപ്പമുണ്ട്. അപ്പം നമ്മൾ ഓതുന്ന ആയത്തുകള് പിന്നെ അപ്പാട് വായിൽ നിന്ന് ഒപ്പിയെടുക്കാൻ മലക്കുകളെ വായി നമ്മുടെ വായിനോട് ചേർത്ത് വെക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും, അല്ലെ? നമ്മൾ ഓതുന്ന ഖുർആൻ വചനങ്ങളെ ഒപ്പിയെടുത്തിട്ട് മലക്കുകൾ കൊണ്ടുപോകുന്നാ പറയുന്നത്. എന്നിട്ട് അത് അള്ളാഹുവിൽ എത്തിച്ചു കൊടുക്കും. അപ്പൊ എന്നോട് ചില സഹോദരിമാര് ചോദിക്കും, എല്ലാം നമ്മൾ രാത്രി പല്ല് വെച്ച് ബ്രഷ് ചെയ്തിട്ടൊക്കെ അല്ലേ കിടക്കല്, പിന്നെ പല്ല് തേക്കണോ? അല്ല, രാവിലെ എഴുന്നേറ്റാൽ നല്ല മണക്കുന്ന പേസ്റ്റ് കൊണ്ട് തന്നെ തേക്കണം. ബിക്കോസ് നമ്മളെ വായും മലക്കുകളെ വായും ഒപ്പിച്ച് വെച്ചിട്ട് നമ്മുടെ ഖുർആൻ വചനങ്ങൾ അവ ഒപ്പിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ രാത്രി മുഴുവൻ കിടന്നുറങ്ങി മണക്കുന്ന വായായിട്ട് മലക്കുകളെ സമീപിക്കാൻ പാടില്ല, അല്ലെ? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവര് രാത്രി നേരം വെളുത്ത് എണീറ്റാല് കുളിച്ച് നല്ല ഡ്രസ്സ് ഇട്ട് സ്പ്രേ വരെ അടിച്ചിട്ടാണ് പിന്നെ നിസ്കരിക്കാൻ വരിക എന്നാ പറയുന്നത്. പക്ഷെ എനിക്കൊന്നും അത് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. പക്ഷെ അവരത് കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. അള്ളാഹു ഓരോരുത്തർക്ക് കൊടുക്കുന്ന ഓരോ എന്താ പറയണ്ടേ, ഓരോ ഫളായിലുകളാണ്, അല്ലെ? അപ്പൊ അത്രയ്ക്ക് നമ്മൾ സ്പ്രേ ആക്ച്വലി നമുക്ക് പുറത്തു പോകുമ്പോൾ സ്പ്രേ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ 2 അവസരങ്ങളിൽ സ്പ്രേ ഹലാലാണ്. ഏതെല്ലാം അറിയോ? ഒന്ന് നിസ്കാരപ്പായിൽ ഹലാലാണ്, 2 എവിടാണ്? 2 ഭർത്താവിന്റെ കൂടെ കിടക്കുമ്പോഴും കേട്ടോ. സ്പ്രേ കിട്ടിയിട്ട് ആരും ഉപയോഗിക്കാണ്ട് നിൽക്കണ്ട. വീടിന്റെ പുറത്തിറങ്ങുമ്പോഴേ നമുക്കത് ഹറാമാകുന്നുള്ളൂ. പിന്നെ കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അവർ രാത്രിയിൽ നിന്ന് അല്പം മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. രാത്രിയുടെ അന്ത്യവേളകളിൽ അവർ പാപമോചനം തേടുന്നവരായിരുന്നു. ഇത് ഖുറാനിക ആയത്താണ്. അപ്പൊ നമ്മൾ എന്തായാലും രാത്രി എണീച്ച് നമസ്കരിക്കുമ്പോൾ ഒരുപാട് പാപമോചനം തേടും. അപ്പൊ നമ്മൾ അന്നന്ന് ചെയ്ത പാവങ്ങൾ അന്ന് തന്നെ മായ്ച്ചു പോയിട്ടും ഉണ്ടാവും. നമ്മുടെ തിന്മയുടെ മലക്കിന് ഭാരം വളരെ കുറവായിരിക്കും. ഇൻഷാ അല്ലാഹ്. അടുത്ത ചോദ്യം
തഹജ്ജുദ് നമസ്കാരം ഉറങ്ങുന്നതിന് മുന്നേ നമുക്ക് നിസ്കരിച്ചിട്ട് കിടക്കാൻ പറ്റുമോ എന്നുള്ളത്. അത് ഈ ഗ്രൂപ്പിൽ നിന്ന് 1-2 സഹോദരിമാർ ചോദിച്ചു, നമുക്ക് രാത്രി ആദ്യമായി നിസ്കരിച്ച് കിടന്നൂടെ അല്ലേ? രാത്രിയുടെ അന്ത്യനാമത്തിലുള്ള നമസ്കാരത്തിൽ ഒന്നാമത്തെ ഫലായിൽ മലക്കുകൾ പങ്കെടുക്കും. അപ്പൊ മാത്രവുമല്ല, തഹജ്ജുദ് നമസ്കാരം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ ശേഷമുള്ള നമസ്കാരമാണ്. നിങ്ങൾക്ക് ഒരു രസം കേൾക്കണോ? നാളെ സ്വർഗലോകത്തിൽ എത്തിയാൽ ഒരു കൂട്ടം സ്ത്രീകൾ ഉണ്ടാവും പോലെ അവര് സ്വർണത്തിന്റെ കുതിരന്റെ പുറത്ത് പിന്നെ പവിഴവും മുത്തും രത്നവും മാണിക്യവും മരതവും ഒക്കെ പതിച്ച കടിഞ്ഞാണ്, കുതിരന്റെ ഒരു പിടിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിന് വല്ല മാണിക്യവും വൈഡൂര്യവും രത്നവും ഡയമണ്ടൊക്കെ പതിച്ച ആ സാധനം പിടിച്ച് സ്വർഗം മുഴുവനും ഇങ്ങനെ ആടിപ്പാടി നടക്കും പോലെ. അപ്പൊ അള്ളഹാനോട് ചോദിക്കുമല്ലോ, പിന്നെ അവിടെ കണ്ടു നിൽക്കുന്ന മറ്റുള്ള സ്വർഗവാസികൾ നമ്മളെ പോലുള്ളവരായിരിക്കും, ചോദിക്കല്ലോ, അള്ളാഹുവേ ഈ പെണ്ണുങ്ങൾക്ക് എന്താ ഇത്ര ഇത്ര അഹങ്കാരം, ഇവരെന്തേനും ഭൂമിയിൽ നിന്ന് ചെയ്തത് എന്ന് ചോദിക്കുമല്ലോ. അപ്പൊ അള്ളാഹ് പറയുമല്ലേ, അവര് എല്ലാരും കിടന്നുറങ്ങുമ്പോൾ രാത്രി സമയത്ത് അള്ളാഹുവിനോട് സുജൂദ് ചെയ്ത് സാഷ്ടാംഗം ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരായിരുന്നു. പിന്നെ നിങ്ങളൊക്കെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവര് പിന്നെ നോമ്പ് നോറ്റവരായിരുന്നു. അവർ പിന്നെ ഒന്നും കൂടെ പറയുന്നുണ്ട്, ധർമ്മങ്ങൾ കൊടുത്താണെന്ന്. എനിക്ക് കൺഫ്യൂഷൻ ആണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ 3 കാര്യങ്ങൾ ഈ പെണ്ണുങ്ങളോട് പറ്റിയിട്ട് അള്ളാഹു സ്വർഗവാസികൾക്ക് വിവരിച്ച് കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എല്ലാ പെണ്ണുങ്ങളും കാറുള്ളവരൊക്കെ കാർ എടുത്തു പോകും. ആരെങ്കിലും ഒരാൾ ബെൻസോ അല്ലെങ്കിൽ ഓടിയൊക്കെ കൊണ്ട് പെണ്ണുങ്ങൾ പോകുമ്പോൾ നമ്മൾ ചോദിക്കൂലേ, ഇപ്പൊ ഇവിടെ പുതിയാപ്പിളക്ക് എന്താ പണിയെന്ന് ചോദിക്കല്ലോ അല്ലെ? ചോദിക്കൂലേ? ആക്ച്വലി നമ്മൾ എന്തായാലും ചോദിക്കും. അതുപോലെ സ്വർഗത്തുനിന്ന് അള്ളാഹിനോട് ചോദിക്കും പോലെ ഈ പെണ്ണുങ്ങൾക്കൊക്കെ എന്താ ഇത്ര പവർ, ഇവൽ എന്തേനും ഭൂമിയിൽ നിന്നും ചെയ്തത്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, നമുക്കും അങ്ങനെയൊക്കെയുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുമാറാവട്ടെ അല്ലെ? പിന്നെ ചോദ്യം, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയില്ലെന്ന് ഭയപ്പെടുമ്പോൾ വിത്ർ നമസ്കരിച്ചു കൊള്ളട്ടെ. അങ്ങനെ നമുക്ക് എണീക്കാൻ പറ്റൂല, അല്ലെങ്കിൽ കുട്ടികൾ ഉറക്കൊഴിയുന്നുണ്ട്, കുട്ടികൾ കരയുന്ന, ജലദോഷം, പനി, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വിത്ർ നമസ്കരിച്ചിട്ട് കിടക്കാം. ഇനി വിത്ർ എന്ന് പറയുന്ന 3 റക്അത്ത് നമസ്കാരമാണ്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. ഈ അവസാന യാമത്തിൽ ഉണരുമെന്ന് വല്ലവനും പ്രതീക്ഷയുണ്ടെങ്കിൽ പ്രതീക്ഷയില്ലെങ്കിൽ വിത്ർ നമസ്കരിച്ച് കിടന്നോട്ടെ. അഥവാ നീ വിത്ർ നമസ്കരിച്ച് കിടന്നു വിചാരിച്ചോളി, എങ്കിൽ നിങ്ങൾ ഒരു 4 മണിക്ക് തന്നെ ഉണർന്നു പോയി. കാരണം എൻ്റെ ഒരു അനുഭവം പറയാണ്, തഹജ്ജുദ് നമസ്കരിക്കുന്നവന് ഉറങ്ങാൻ 4 മണി കഴിഞ്ഞിട്ട് അലാറം ഓഫ് ആക്കി കിടന്നാൽ ഇങ്ങനെ വിളിക്കും, എനിക്ക് തഹജ്ജുദ് ഇപ്പൊ സമയമാവട്ടോ, ഇപ്പൊ സുബഹി ബാങ്ക് കൊടുക്കട്ടോ, എനിക്ക് എന്ന് പറഞ്ഞിട്ട് നല്ല കരിയിൽ വിളിക്കുക. അതേസമയം ഇപ്പുറത്തുനിന്ന് വിളിച്ച് പറയട്ടോ, കിടന്നുറങ്ങിക്കോ, ഞാൻ വിളിച്ചോലാ, സുബഹിന്റെ മുമ്പേ ഞാൻ എണീക്കാന്ന് പറഞ്ഞിട്ട് പിശാച് ഒരു ഭാഗത്തുനിന്ന് പറയും, നല്ല കരി നമ്മളോട് പറയും, എനിക്ക് നമ്മളെ ഗാഠമായി ഉറങ്ങാനേ സമ്മതിക്കില്ല, അങ്ങനെ വിളിച്ചോണർത്തിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെ ഞാൻ വിത്ർ നമസ്കരിച്ച് ഉറങ്ങിയെന്ന് വിചാരിച്ചോളൂ, എന്തെങ്കിലും ക്രിട്ടിക്കൽ മൊമെന്റിൽ എന്തെങ്കിലും ഭയങ്കര സിറ്റുവേഷൻ ഞാൻ ഉറങ്ങിപ്പോയി എന്ന് വിചാരിച്ചോളൂ, എങ്കിൽ എനിക്കത് 3 റക്അത്ത് നമസ്കരിച്ചത് കൊണ്ട് തന്നെ പിന്നെ ഒറ്റയായിട്ട് നമസ്കരിക്കാൻ പാടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ നമസ്കരിക്കുമ്പോൾ രണ്ടും നമസ്കരിക്കാം. അപ്പൊ 3 നമസ്കരിച്ച് ഒരാൾ 2 നിസ്കരിച്ചാൽ 5 ആകുന്നു, അല്ലെങ്കിൽ 4 നിസ്കരിച്ചാൽ 7 ആകുന്നു. അവിടെയും ഒറ്റയുടെ പ്രതിഫലം തന്നെ ആയിരിക്കും ലഭിക്കുക. മനസ്സിലായല്ലോ അല്ലെ? സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം കേട്ടോ. പിന്നെ ഇത് പറഞ്ഞില്ല, ഈ അന്ത്യയാമത്തിലെ നമസ്കാരം ആയതുകൊണ്ട് തന്നെ മലക്കുകൾ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലും കാണാം, അത് എന്തുകൊണ്ടും അഫ്ളല് രാത്രി ഉറങ്ങി എണീറ്റിട്ട് തന്നെയാണ്. അല്ലാണ്ട് നമ്മള് നിസ്കരിച്ചിട്ട് കുറേ ഓതി നിസ്കരിച്ചെന്നൊന്നും പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളിൽ നല്ലൊരു വലിയ കൊടീശ്വരനാണ് നിങ്ങളൊരു കുട്ടീന്റെ എത്തിൻകുട്ടീന്റെ കല്യാണം അറിഞ്ഞു വന്നാല് നിങ്ങൾ 10,000 കൊടുക്കണോ 1000 കൊടുക്കണോ 1 പവന്റെ പൈസ കൊടുക്കണോ വെച്ചാൽ ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ 10,000 കൊടുത്താൽ മതി. കാരണം അത് 1 പവന്റെ പൈസ കൊടുത്താൽ അത് കുട്ടിക്ക് ഒരു ഉപകാരമാവും അല്ലെ? അപ്പൊ അതുപോലെ അതെന്തായാലും തഹജ്ജുദ് അതിന്റെ സമയത്ത് രാത്രി നട്ടപ്പാതിരക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൻസീൽ തബാറകല്ലാഹു തആല പറയുന്ന ആ സമയം തന്നെയാണ് ഏറ്റവും അഫ്ളൽ, യാതൊരു സംശയവും ഇല്ല കേട്ടോ. പിന്നെ അന്നേരം പാപമോചനം സ്വീകരിക്കുകയും ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്യുകയും ചെയ്യും. പിന്നെ 3 കാര്യങ്ങൾ ഒരടിമ തന്റെ റബ്ബിനോട് ചോദിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ 3 കാര്യങ്ങൾ, ഇതിന്റെ നോട്ട്സ് തരട്ടോ. ഒന്ന്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എപ്പോഴും ഒരു ഇത് കിട്ടാൻ വേണ്ടി അള്ളാഹുമ്മ സ്വയ്യിബൻ റിള എന്ന് പറയും എപ്പോഴും, അള്ളാഹുവെ എനിക്ക് നല്ല തൃപ്തി ലഭിക്കണമേ. പിന്നെ
അവനെ നേരിട്ട് കാണുക അല്ലെ. അതും എൻ്റെ പുസ്തകത്തിൽ അതിനെ കുറിച്ചിട്ടുള്ള ദുആകളൊക്കെ ഉണ്ട് ട്ടോ. പിന്നെ ജന്നാത്തുൽ ഫിർദൗസ്, ഈ 3 കാര്യങ്ങളും ഒരു വ്യക്തി എപ്പോഴും ചോദിച്ചുകൊണ്ടേ നിൽക്കണം. എന്തെല്ലാണ്? ദ പ്ലഷർ ഓഫ് അള്ളാഹ്, അള്ളാഹുവിന്റെ തൃപ്തി അല്ലെങ്കിൽ സന്തോഷം. സീയിങ് ഹിം ഫേസ് ടു ഫേസ്, അള്ളാഹുവിനെ മുഖാമുഖം കാണുക. സ്വർഗത്തിലെത്തിയെന്നും വിചാരിച്ചിട്ടൊന്നും അള്ളാഹുവിനെ മുഖാമുഖം കാണാൻ പറ്റൂല. അതൊരു ഭയങ്കര ഭാഗ്യം തന്നെയാണ്. അത് അപ്പോഴൊന്നും കാണൂല അല്ലെ. ദ ഹയസ്റ്റ് പാരഡൈസ് ഓഫ് ഇൻ ഹെവൻ, സ്വർഗത്തിലെ ഏറ്റവും ഉന്നത നിലവാരമുള്ള സ്ഥലത്ത്, സ്വർഗത്തിന് 100ലേറെ ദറജകളും പദവികളും ഒക്കെ ഉണ്ട്. ചോദിക്കുമ്പോൾ ഹയസ്റ്റ് ദറജ തന്നെ ചോദിക്കണം. ഈ 3 ചോദ്യങ്ങളും ചോദിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ഇതിന്റെ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ ഈ നോട്ട്സും ഞാൻ ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. നബി അലൈഹി സ്വലമ എത്ര റക്അത്താണ് നമസ്കരിക്കാറുണ്ടായിരുന്നത്? അബൂ സലമത്ത് ബിൻ അബ്ദുറഹിമാൻ റളിയല്ലാഹു നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരം എങ്ങനെയായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹുവോട് ചോദിക്കപ്പെട്ടപ്പോൾ റമളാനിലും റമളാൻ അല്ലാത്ത കാലത്തും 11 റക്അത്തിലധികം നമസ്കരിച്ചിട്ടില്ല എന്നാണ് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തിന്റെ എണ്ണം 11 റക്അത്താണ്. അതിൽ കൂടുതൽ അവിടുന്ന് വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, അപ്പൊ നമുക്ക് ഒരുപാട് ഓതി നിസ്കരിക്കണമെങ്കിലോ ഒരുപാട് അള്ളാഹുവിനോട് അടുക്കണമെങ്കിലോ എങ്കിൽ നിസ്കാരം നീളം കൂട്ടണ്ട, വണ്ണം കൂട്ടിക്കോളിങ്ങള് അല്ലെ. സോറി, നീളം കൂട്ടിക്കോളി, എണ്ണം കൂട്ടണ്ട. മനസ്സിലായില്ലേ? അതായത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റക്അത്തിൽ തന്നെ അൽബക്കറ ഓതിയിരുന്നു, അൽ ഇംറാൻ ഓതിയിരുന്നു, നിസാ ഓതിയിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് നിസ്കരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരുപാട് ഓതിയിട്ട് എണ്ണം 11ൽ ചുരുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം അതാണ് പ്രവാചക സുന്നത്ത്. പിന്നെ ഏതൊരാൾക്കും അപ്രകാരം രാത്രി നിസ്കരിക്കാം. അത് കഴിയുന്നില്ലെങ്കിൽ കഴിയുന്നത്ര നമസ്കരിക്കാം. ഒറ്റയായി അവസാനിക്കുന്നതാണ് ഉത്തമം. അതായത് 11, 9, 7, 5, 3, 1 ഇങ്ങനെ നിസ്കരിക്കാം ട്ടോ. അതായത് ഇപ്പൊ ഒരാള് തഹജ്ജുദ്, ഇപ്പൊ ഒരാള് 7 നിസ്കരിക്കുന്ന ആളാണെങ്കിൽ രണ്ടും ആ രണ്ട് റക്അത്തുകളിൽ ഇഷ്ടംപോലെ വലിയ സൂറത്തുകൾ ഓതിയിട്ട് നമസ്കരിക്കാം. ഇനി അവസാനം വരുന്ന 3ന്റെ കാര്യം ഞാൻ വിത്റിൽ പറയാം ഇൻഷാ അല്ലാഹ്. വിത്ർ നമസ്കാരം എന്നാൽ എന്താണ്? അതായത് നിങ്ങൾക്ക് കണ്ടാവും ഈ നിസ്കാരത്തിന് തന്നെ കുറെ പേരിട്ടിക്കണല്ലോ അല്ലെ. അതിൽ വിത്തറ് എന്ന് പറയുന്നത് തഹജ്ജുദ് അറിയുന്നത് എന്താണ്? അതായത് ആദ്യം നമ്മൾ നമസ്കരിക്കുന്ന ഇരട്ടയായ നമസ്കാരങ്ങൾക്കാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. പിന്നെ അവസാനിക്കുമ്പോൾ നമസ്കരിക്കുന്ന വിത്തറിനാണ് 3 നമസ്കാരം. വിത്തറ് 3 എന്ന് പറയുന്ന ഏത് പണ്ഡിതനായാലും പാമരനായാലും വിത്തറിൽ 3 റക്അത്തിലും ഒരേപോലത്തെ സൂറത്തുകളാണ് എല്ലാവരും ഓതി വരാറ്. ഒന്നാമത് വിത്തറിന്റെ സ്റ്റാർട്ടിങ്ങിൽ സബ്ബിസ്മ റബ്ബിക്കൽ അഅല, രണ്ടാമത്തേൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, മൂന്നാമത്തെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലെ. അപ്പൊ 3 റക്അത്ത് അവസാനങ്ങളിൽ ഇത് 3ഉമാണ് ഓതി വരാറ്. പക്ഷേ അപ്പൊ നമുക്ക് ഒരുപാട് നമ്മൾ നല്ല ഹിഫ്ലുള്ള മനുഷ്യനാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഓതാൻ ഇഷ്ടമാണ്, ഹിഫ്ൽ ഇല്ലെങ്കിൽ പോട്ടെ, ഓതാൻ ഇഷ്ടമാണ് എങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം 2 റക്അത്തായിട്ട് 2 ആയിട്ടോ അല്ലെങ്കിൽ 4 ആയിട്ടോ പിന്നെ ആദ്യം നിസ്കരിക്കുക. അതിൽ നിങ്ങൾക്ക് ഖുർആൻ വെച്ചിട്ടോ, ഇപ്പം പിന്നെ ഓരോ ജുസയിന്റെ ഖുർആന് മറ്റേ സൗദിയിലൊക്കെ ഇറങ്ങുന്നുണ്ട്, അത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോണിലോ നോക്കിയിട്ട് ഓതാം. അതല്ലെങ്കിൽ ഹിഫ്ലുള്ളവരാണെങ്കിൽ മനപ്പാഠം ഓതാം അല്ലെ. ഇനി ഖുർആൻ തുറന്നു വെച്ചിട്ട് മനപ്പാഠം ഓതിയിട്ട് സംശയം ഉണ്ടെങ്കിൽ നോക്കിയിട്ടും സംശയം തീർത്തുകൊണ്ട് ഓതിയിട്ട് മുന്നോട്ട് പോകാം. എന്നിട്ട് അങ്ങനെ 2 അല്ലെങ്കിൽ 6, 4, 2, 6 നിങ്ങൾ നിസ്കരിച്ച ശേഷം പിന്നെ വിത്റാക്കുക. വിത്റാക്കുക എന്ന് പറഞ്ഞാൽ വിത്ർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നാമത്തേൽ സബ്ബിസ്മയും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനെ, അത് കഴിഞ്ഞ് സലാം വിട്ടുകയോ വിട്ടാതിരിക്കുകയോ ചെയ്യാം. അതിന്റെ ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ട് നമസ്കാരം ഫിനിഷ് ചെയ്യാം. അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തിന്റെ മനോഹാരിത എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിന്റെ മനോഹാരിത വിശദീകരിക്കണമെങ്കിൽ ഇതുപോലെ കുറച്ച് സമയമൊന്നും പോരാ, ഒരുപാട് ഉണ്ട് കേട്ടോ. എന്നാലും ഞാൻ വിശദീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ കുറിച്ചിട്ട് ആയിഷ റളിയല്ലാഹു പറയുന്നു, 4 റക്അത്ത് നിസ്കരിക്കും ആദ്യം, അതിന്റെ നന്മയെയും ദൈർഘ്യത്തെയും കുറിച്ച് നീ ചോദിക്കേണ്ടതില്ല. പിന്നെ വീണ്ടും 4 റക്അത്ത്
നിസ്കരിക്കൂ. അതിന്റെ നന്മയെയും ദൈർഘ്യത്തെ കുറിച്ചും ചോദിക്കേണ്ടതില്ല. കാരണം അതിന് മാത്രം വലിയ വലിയ സൂറത്തുകൾ ഓതി 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 ഇങ്ങനെ നിസ്കരിക്കും. അപ്പൊ എന്ന് പറയുന്ന ആയിഷ റളിയല്ലാഹു കുട്ടിയാണല്ലോ, 7 വയസ്സിൽ 8 വയസ്സിലൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നതല്ലേ. ആയിഷ എന്ത് പണിയെടുക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന അങ്ങോട്ട് കാലെടുത്തിടും. അപ്പൊ നബി കൈകൊണ്ട് ആ കാലെടുത്ത് മാറ്റി വെച്ചിട്ടായിരിക്കും നബി നിസ്കരിക്കുക. അപ്പൊ നമ്മളിൽ തന്നെ പലരും പറയുന്നേക്ക ഭർത്താവിനെ തൊട്ടാൽ വുളു മുറിയുന്നു. അപ്പൊ നബി ആ നിസ്കാരത്തിൽ വുളു മുറിഞ്ഞിട്ടുണ്ടാവണം അല്ലെ? അങ്ങനെയാണെങ്കിൽ വുളു മുറിയണ്ടേ? പക്ഷെ വുളു മുറിഞ്ഞിട്ടില്ല, നബി നിസ്കരിച്ചിരുന്നു. ഇങ്ങനെ 4 നിസ്കരിച്ചിട്ട് നബി അവിടെ ഇങ്ങനെ കിടന്നിങ്ങനെ ഉറങ്ങിയ മാതിരി മയങ്ങി പോകുമ്പോ ആയിഷ റളിയല്ലാഹു വിളിച്ചു, നബിയെ നബിയെ നിങ്ങൾ തഹജ്ജുദ് മുഴുവൻ നിസ്കരിച്ചിട്ടില്ല കേട്ടോ, നിങ്ങൾ ഉറങ്ങാണോ എന്ന് ചോദിക്കുമല്ലോ. അന്നേരം പറയില്ല, ആയിഷ എന്റെ കണ്ണുകളെ ഉറങ്ങിയിട്ടുള്ളൂ, എന്റെ മനസ്സ് ഉറങ്ങിയിട്ടില്ല എന്ന് പറയും പോലെ. അപ്പം കെട്ടിപ്പിടിക്കുകയും ചെയ്യും. അല്ല, ഗാഢമായിട്ട് ഉമ്മ വെക്കൂല, ഒരു ലൈറ്റ് ഉമ്മയൊക്കെ വെക്കും. വെച്ചാൽ അല്ലാത്ത നമ്മള് മറ്റുള്ള രംഗങ്ങളിലൊക്കെ ഒന്നും പോകാത്ത രീതിയിൽ ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് വിചാരിച്ചിട്ട് വുളു മുറിയില്ല. അങ്ങനെ 4 റക്അത്ത് സ്കെച്ച് ലക്ഷം കടന്ന് ലക്ഷം മയങ്ങി എന്നിട്ട് വീണ്ടും എണീച്ച് വുളു അഥവാ മിസ്സായി കഴിഞ്ഞാൽ ഉറങ്ങിയൊക്കെ പോയതാണെങ്കിൽ വീണ്ടും വുളു എടുത്ത് പിന്നെ 4 നിസ്കരിക്കും, പിന്നെ 3 നിസ്കരിക്കും. അങ്ങനെയാണ്. പിന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും, നമ്മൾ സാധാരണ 3 മണിക്ക് 4 മണിക്കൊക്കെ അലാറം വെക്കുന്ന ആള് ഒരു ദിവസം ലേറ്റ് ആയി പോയി എണീക്കാൻ, തീരെ സമയമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് സ്വാഭാവികമായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുന്ന സംശയമാണ്. അപ്പൊ എന്താക്കണം? ഒന്നൊക്കെ 3 നിസ്കരിക്കുക, അല്ലെങ്കിൽ ഒരൊറ്റ ഒന്ന് നിസ്കരിച്ചിട്ട് സലാം വിട്ടുക കേട്ടോ. അങ്ങനെ ഒറ്റ ഒന്ന് നിസ്കരിച്ചിട്ട് സലാം വിട്ടുക. അതിൽ ആ അവസാനത്തെ 3-ൽ ഞാൻ വീണ്ടും പറയാണ്, സുബ്ഹാന റബ്ബിയ സബ്ബിഹിസ്മ ഓതുക. പിന്നെ രണ്ടാമത്തേൽ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ, മൂന്നാമത്തേൽ ഖുൽ ഹുവല്ലാഹു അഹദും ഓതുക. പിന്നെ അത് കഴിഞ്ഞ് സലാം വീട്ടിക്കഴിഞ്ഞാൽ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്നുള്ള ഒരു ദിക്ർ 3 പ്രാവശ്യം ഓതുക. അതിൽ ഒരു പ്രാവശ്യം ഉറക്ക ഉച്ചത്തിൽ ഓതുക കേട്ടോ. അത് എന്തിനാണ് നമുക്ക് അറിഞ്ഞൂടെ, അതൊരു ഹദീസാണ്. അതുകൊണ്ട് അതുപോലെ ഹദീസ് അനുസരിച്ച് പ്രവാചക ചര്യ അനുസരിച്ച് ചെയ്യുന്നതിനായിരിക്കും പ്രതിഫലം അല്ലെ. പിന്നെ ഇശാ നമസ്കരിച്ച് കഴിഞ്ഞാൽ ചിലര് മടിയായിട്ട് സ്ഥിരമായിട്ട് തഹജ്ജുദിന് ഞാൻ എണീക്കൂല, എനിക്കായിട്ട് അഫ്ളലൊന്നും വേണ്ട, എത്ര തോനെ കൂലിയൊന്നും വേണ്ട, അള്ളാനെ കണ്ടുമുട്ടണ്ട, അള്ളഹാനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണ്ട എന്നൊക്കെ വിചാരിച്ച് വിത്ർ നിസ്കരിച്ച് കിടക്കാൻ ഉദ്ദേശിച്ചവര് വിത്ർ നിസ്കരിച്ച് കിടക്കാം. അതിനൊന്നും വിരോധമില്ല. പക്ഷെ കൂലിയൊന്നും കാര്യമായിട്ട് കിട്ടൂല അല്ലെ. കൂലി തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുന്നവർക്ക് തന്നെയാണ്. പിന്നെ രാത്രിയുടെ ആദ്യ സമയങ്ങളിലും രാത്രിയുടെ പകുതിയിലും അന്ത്യസമയങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്ർ നമസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റൂല, നിസ്കരിക്കാം. പക്ഷെ കൂലി ഞാൻ പറഞ്ഞില്ല, ഒരു വലിയ കോടീശ്വരൻ എത്തിൻകുട്ടിന്റെ കല്യാണം വന്ന് പറഞ്ഞപ്പോ എത്രയാണോ കൊടുത്തത് അതുപോലെ തന്നെ ആയിരിക്കും നമുക്കും പ്രതിഫലം ലഭിക്കുക അല്ലെ. രാത്രിയുടെ സമയങ്ങളിൽ വിത്ർ നമസ്കരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതായിരുന്നു പ്രവാചകന്റെ പതിവ്. മാത്രമല്ല മലക്കുകൾ പങ്കെടുക്കുന്ന നമസ്കാരവും അതാണ്. അതായത് മടിയന്മാര് രാത്രിയിൽ തന്നെ ഏശ കഴിഞ്ഞ് നിസ്കരിച്ചാൽ അതിനത്രയൊന്നും ഫളായിലില്ല എന്ന് മനസ്സിലാക്കണം ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോ എന്തെങ്കിലും കാരണത്താൽ നമുക്ക് തഹജ്ജുദ് നമസ്കാരം മിസ്സാവലുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ സാഹചര്യത്തിൽ വല്ല കാരണവശാൽ നമുക്ക് തഹജ്ജുദ് നമസ്കാരം നഷ്ടപ്പെട്ടാല് ആ സന്ദർഭത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലെ നമ്മളിപ്പോ ഏതെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ രോഗികളെ നോക്കാൻ നിന്ന് പിന്നെ ഇഞ്ചക്ഷന്റെ ഇത് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അവരെ കൈ പിടിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ബോധമില്ലാത്ത ആളുകളാണ്, മരണത്തെ കാത്ത്, അപ്പൊ അവരെ ഉറക്കൊഴിഞ്ഞ് നോക്കണം. അങ്ങനെയൊക്കെ എന്ന അവസരത്തിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല, ഭയങ്കര ബോഡി ക്ഷീണം, വീക്കാണ്, എന്ത് ചെയ്യും? ഫുള്ള് നമസ്കാരം പോയി. ഞാനിപ്പോ 4 3 7 നിസ്കരിക്കലെന്ന് വിചാരിച്ചോളൂ. അപ്പൊ എനിക്ക് 7 റക്അത്ത് മിസ്സായി പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അതൊരു നല്ല ചോദ്യമാണ് റഹ്മത്ത് ചോദിച്ചത്. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഉത്തമമായ സമയത്ത് എഴുന്നേൽക്കില്ലെന്ന് ഭയപ്പെട്ടാൽ ആദ്യം നിസ്കരിച്ച് കിടക്കാം. ഞാൻ ആദ്യം നിസ്കരിച്ചിട്ടും ഇല്ല, നിസ്കരിക്കാനും പറ്റിയില്ല, എണീക്കാനും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയാണോ നമസ്കരിക്കാറ്, 3 നിസ്കരിക്കുന്നവരാണെങ്കിൽ രാവിലെ സുബഹിക്ക് ശേഷം ളുഹ്റിസ്കാരത്തിന്റെ മുൻപേ ആയിട്ട് ളുഹാ നമസ്കാരത്തിന്റെ സമയത്ത് 3 നമസ്കരിക്കുന്നവർക്ക് പകല് തഹജ്ജുദ് 4 ആക്കാം. പിന്നെ 5 നമസ്കരിക്കുന്നവർക്ക് 1 കൂട്ടി 6 ആക്കാം. 7 നമസ്കരിക്കുന്നവർക്ക് 8 ആക്കാം. ബിക്കോസ് രാത്രിയിൽ മാത്രമേ ഒറ്റ നമസ്കാരമുള്ളൂ അല്ലെ. അതായത് മഗ്‌രിബ് നമസ്കാരവും പിന്നെ വിത്ർ നമസ്കാരവും ഒക്കെ ഒറ്റയായ നമസ്കാരങ്ങൾ രാത്രിയിൽ മാത്രമാണ്. പകലിലെ നമസ്കാരങ്ങളെല്ലാം ഇരട്ടകളാണ്. അത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ, നമ്മൾ അങ്ങനെയല്ലേ ചെയ്യും. അതുപോലെ രാത്രിയിലെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, രാത്രി മാത്രമാണ് നമ്മൾ ഒച്ചത്തിൽ ഓതി നമസ്കരിക്കുക അല്ലെ. സുബഹിക്കും
സുബഹി ഇരുട്ട് സമയത്ത് തന്നെ ആണല്ലോ. സുബഹിക്കും മഗ്‌രിബിനും ഇശക്കൊക്കെ നമ്മൾ ഉച്ചത്തിൽ ഓതി. തഹജ്ജുദിനും ഓതാം കേട്ടോ. തഹജ്ജുദിന് ഉച്ചത്തിൽ ഓതാം, മിതമായ ശബ്ദത്തിൽ ഓതാം. പിന്നെ അത് വെച്ച് 10 വരെ കേൾക്കുന്ന അപ്പുറത്തൊന്നും ഓതണ്ട കേട്ടോ. അപ്പൊ തഹജ്ജുദിന്റെ കൂലി നഷ്ടപ്പെടും. അതൊരു സ്വകാര്യ നമസ്കാരമാണ്. നമ്മൾ നഫ്സ് കേൾക്കുക, അല്ലെങ്കിൽ വീട്ടിൽ കേൾക്കുകയൊക്കെ നമസ്കരിക്കാം, അല്ലെങ്കിൽ സൗണ്ട് കുറച്ച് ഓതാം. അങ്ങനെ 2 രീതിയിലും ചെയ്യാം. അപ്പം പകല് നമസ്കരിക്കുന്ന നമസ്കാരമാകൊണ്ട് തന്നെ തഹജ്ജുദ് അത് രാത്രി മിസ്സായവർ പകല് ചെയ്യുമ്പോൾ 5 നമസ്കരിക്കുന്നവർ 6 ആക്കുക, 7 നമസ്കരിക്കുന്നവർ 8 ആക്കുക, 3 നമസ്കരിക്കുന്നവർ 4 ആക്കി നമസ്കരിക്കാം അല്ലെ. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു, രാത്രിയിൽ നഷ്ടപ്പെട്ട നമസ്കാരങ്ങൾ നിർവഹിച്ചിരുന്നത് ദുഹാ സമയത്തായിരുന്നു. സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചതാണ്. ഉറക്കെയും ആവാം, പതുക്കെയും ആകാം. ഇതൊക്കെ ഞാൻ തെളിവ് സഹിതമാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. രാത്രി നമസ്കാരത്തിൽ സുദീർഘമായും അല്ലാതെയും ഖുർആൻ പാരായണം ചെയ്യാവുന്നതാണ്. അതുപോലെ ഉറക്കെയും പതുക്കെയും ചെയ്യാം. പിന്നെ അബ്ദുല്ലാഹിബ്നു അബി ഖൈസിൽ നിന്ന് നിവേദനം, രാത്രി നമസ്കാരത്തിലെ പാരായണം എങ്ങനെയായിരുന്നു? അപ്പൊ ആയിഷ റളിയല്ലാഹു പറയാണ്, അത് പതുക്കെയോ ഉറക്കെയോ ആകാം, 2 നിലക്കും ചെയ്യാറുണ്ടായിരുന്നു. ചിലപ്പോൾ പതുക്കെ ഓതും, ചിലപ്പോൾ മെല്ലെ ഓതും. അത് അപ്പോൾ വിശാലതയുണ്ടാക്കിയ ഈ 2 വിഷയത്തിലും വിശാലതയുണ്ടാക്കിയ അള്ളാഹുവിന് സ്തുതി അല്ലെ. അത് 2 രീതിയിലും ചിലപ്പോൾ നമുക്ക് ഉച്ചത്തിൽ ഓതാനൊന്നും പറ്റൂല, ക്ഷീണമായിരിക്കും. അപ്പൊ നമുക്ക് മെല്ലെ ഓതാം, ഉറക്കെ ഓതാം. 2നും വിരോധമില്ല, നോ പ്രോബ്ലം. ഓക്കെ. എന്തുകൊണ്ടാണ് ഒരു സത്യവിശ്വാസി ആ നഷ്ടപ്പെട്ട ഈ നമസ്കാരം വീണ്ടും നമസ്കരിക്കുന്നത്? ആർക്കെങ്കിലും ഇതിന്റെ ഉത്തരം അറിയോ? ഇതിപ്പോ അള്ളാഹു പറഞ്ഞതല്ല, നമുക്ക് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആ നമസ്കാരം വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്നത്? ആർക്കെങ്കിലും അറിയോ? തംസപ്പ് ചെയ്താൽ ഞാൻ ഓണാക്കി തരാം. അതായത് ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഓഫറാണ് അതിന്റെ പ്രതിഫലം അല്ലെ. അത് പ്രതിഫലം എഴുതി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ആരെങ്കിലും ഞാനിപ്പോ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാം, ഞാനൊരു മാസം ലീവാന്ന് പറഞ്ഞാൽ 1 മാസത്തെ കൂലി അദ്ദേഹം തന്നു കഴിഞ്ഞാൽ പിറ്റേത്തെ 1-ാം തീയതി പോകുമ്പോ മാനേജറിന് വേണ്ടിയിട്ടായ ഓഫീസർ വേണ്ടി എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. കാരണം എനിക്കൊരു മാസ ശമ്പളത്തോടു കൂടി, അലവൻസോട് കൂടി, സാലറിയോട് കൂടി ലീവ് അനുവദിച്ച ഒരു മനുഷ്യനാണ് എന്ന നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തോട് എന്തുണ്ടാവും? റെസ്പെക്ട് ഉണ്ടാവും അല്ലെ. അതുപോലെ സത്യവിശ്വാസി അള്ളാഹു പ്രതിഫലം എഴുതി കഴിഞ്ഞു, അള്ളാഹു അത് മായ്ക്കേയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് അത് പകരം വീട്ടിൽ നമസ്കരിക്കും അല്ലെ. അങ്ങനെ അത് നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്കതിന്റെ ഒരു എന്താ പറയാ, നമുക്ക് അള്ളാഹു അത് തന്നതിലുള്ള ഒരു സന്തോഷത്തിന്റെ ഒരു നമസ്കാരമാണ് അത്. കാരണം ഓൾറെഡി നമ്മളെ കൂലി സ്ഥിരപ്പെട്ടല്ലോ. ഓക്കെ. അടുത്ത ചോദ്യം, തഹജ്ജുദ് നമസ്കാര സമയത്ത് പ്രത്യേക ദുആകളുണ്ടോ? ആ ദുആകൾ ചൊല്ലുന്ന നമസ്കാരം സ്വീകരിക്കപ്പെടും എന്ന് പറയുന്നത് ശരിയാണോ? എങ്കിൽ ആ ദുആകൾ ഏതൊക്കെയാണ്? ഇത് പറയുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, തഹജ്ജുദ് നമസ്കാര സമയത്ത് ഒരുപാട് ദുആകളുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ കഷ്ണം ദുആകൾ, പല കാര്യങ്ങളും. അതൊന്നും തന്നെ ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് ഇന്നേ വരെ ഒരൊറ്റ ബുക്കൊന്നും കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാനായിട്ടൊരു തഹജ്ജുദ് നമസ്കാരത്തിന്റെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞ ബുക്ക് അടിച്ചു. മാഷാ അല്ലാഹ്, അതിന്റെ ഹൈലൈറ്റ് പീസായിരുന്നു. ഏകദേശം 10,000-ന്റെ അടുത്ത് കോപ്പികൾ ഒരുപാട് വിറ്റഴിഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ 50 കോപ്പിയൊക്കെ വാങ്ങിയിട്ട് ഓരോരുത്തർക്ക് കൊടുത്തിരുന്നു. അത്രയും സെയിലായ ഒരു ബുക്കാണ്. അതിൽ തന്നെ ഒരുപാട് ദുആകളുണ്ട്. കാരണം നിങ്ങളൊക്കെ എണീച്ചിരിക്കുമ്പോ പിന്നെ ഇങ്ങനെ ചെല്ലാറുണ്ടോ? അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദ മാ അമാതനാ ചെല്ലാറുണ്ടാവും അല്ലെ. പക്ഷെ അതിനോടൊപ്പം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ശേഷം നമ്മൾ വുളു എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും. മാത്രവുമല്ല നമ്മുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു ഹദീസ് നിങ്ങൾക്ക് അറിയോ? അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദ മാ അമാതനാ എന്ന് പറഞ്ഞ ശേഷം ഈ 3 ദിക്റുകൾ, ഒന്ന് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുമ്മ ഗ്ഫിർലി, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ആ കാര്യങ്ങളൊക്കെ ഈ ബുക്കിൽ വിശദമായിട്ടുണ്ട്.
ഈ 3 ദിക്ർ പറഞ്ഞ ശേഷം നമ്മൾ ബാത്റൂമിൽ പോയി വുളു എടുത്ത് വന്ന് എന്ത് ചോദിച്ചാലും അള്ളാഹു അത് നൽകും. മാത്രവുമല്ല നമ്മളുടെ നമസ്കാരം കുബിലത്ത് സ്വലാത്ത് ഹൂന്ന, ഏതെങ്കിലും ഒരു അമല് കുബിലത്ത് അമല് ഹൂന്ന് അള്ളാഹു എവിടെങ്കിലും പറഞ്ഞിക്കണോ? ഒരു നോ ഗ്യാരണ്ടി അതർ അമല് സ്വാലിഹാത്തില്ലേ. പക്ഷെ ഈ ഒരു തഹജ്ജുദ് നമസ്കാരത്തിന് നമുക്ക് ഗ്യാരണ്ടീഡ് ആണ്. അള്ളാഹു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. അത് മാത്രവുമല്ല ഇതിന് പല 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 ദിക്റുകളുണ്ട്, പല പല ദുആകളുണ്ട്. നിങ്ങൾക്കത് ബുക്ക് വെച്ച് തന്നെ പഠിക്കാം, അല്ലാണ്ട് മനപ്പാടം ഒന്നും പഠിക്കണമെന്നില്ല. ഈ ബുക്ക് തഹജ്ജുദിന് അടിച്ചാൽ നമുക്ക് കയ്യിൽ നിന്ന് താഴ്ത്ത് വെക്കാൻ തോന്നൂല. അതിന് മാത്രം കാര്യങ്ങൾ ഇതിലുണ്ട്. കാരണം നമ്മുടെ ഗവൺമെന്റ് നന്നാവാൻ വേണ്ടിയിട്ട്, നമ്മളെ ഭാവിയിലെ മക്കൾ നന്നാവാൻ വേണ്ടിയിട്ട്, നമ്മളെ ഭർത്താവിനോട് നമുക്ക് അനുസരണയുള്ള ഭാര്യയായിട്ട് 8 വാതിലെ സ്വർഗം കിട്ടാന്, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്, പിന്നെ ഹജ്ജിന് പോകാനും ഉംറക്ക് പോകാനുള്ള ഭാഗ്യം ലഭിക്കാൻ, ഏകദേശം 100 ചില്ലാണം കാര്യങ്ങൾ എഴുതിയ ഒരു മഹത്തായ പുസ്തകമാണെന്ന് വേണം പറയാൻ. കാരണം ബിക്കോസ് ഞാനൊരു ബഡായി ആയിട്ട് പറയില്ല, അങ്ങനെ പറയാനും പാടില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്തിട്ട് ഒരു പുസ്തകത്തിൽ പോലും തഹജ്ജുദിലെ പ്രാർത്ഥനകൾ കംപ്ലീറ്റ് കണ്ട പുസ്തകം ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഏതെല്ലോ ബുക്കിലും ഏതെല്ലോ ഹദീസിലും അവിടെയും ഇവിടെയൊക്കെ കിടക്കുന്നല്ലാണ്ട് ഇങ്ങനെ ഫുൾ കോട്ട് ചെയ്ത ഒരു പുസ്തകം ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു പുസ്തകമാണിത്. ഇൻഷാ അല്ലാഹ് എൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്യാം. ഇത് എൻ്റെ മറ്റുള്ള പുസ്തകങ്ങളാണ്. ഇത് ഈ അഫ്ളലു ദുആ എന്ന് പറയുന്ന എല്ലാ നമസ്കാര ശേഷമുള്ള ദുആകള്, പോക്കറ്റ് ദുആ എന്ന് പറയുന്ന യാത്രക്കാരുടെ ദുആ അള്ളാഹു കബൂൽ ചെയ്യുന്നതാണ്. യാത്രക്കാരുടെ ദുആ ഇത് കുടക്കീഴിൽ ഒരുപാട് ദിക്റുകൾ എന്ന് പറയുന്നത്, ദിക്റുകൾ എന്തെല്ലാം എപ്പോഴൊക്കെ ചെല്ലണം അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് വ്യക്തമാക്കിയിട്ട്, പിന്നെ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ, അള്ളാഹുവിന് എന്തെല്ലാണ് ഇഷ്ടങ്ങൾ എന്നുള്ളത്. പിന്നെ ഇത് ദുആ ഫോർ കമ്പാനിയൻ യൂത്ത് എന്ന് പറയുന്നത് ടീനേജ് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഇംഗ്ലീഷ് ബുക്കാണ്. അവര് നമ്മളെ മലയാളം ബുക്കുകളൊന്നും വായിക്കൂല, അതുകൊണ്ട് അത് അവർക്ക് വേണ്ടിയിട്ട് എഴുതിയ ബുക്കാണ്, ഇംഗ്ലീഷുമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ബുക്ക് വേണമെങ്കിൽ പിന്നെ വേണമെങ്കിൽ ഈ നമ്പറിൽ എന്നായിട്ട് കോണ്ടാക്ട് ചെയ്താൽ പുസ്തകങ്ങൾ ലഭിക്കും കേട്ടോ, ഇൻഷാ അല്ലാഹ്. രാത്രി നമസ്കാരത്തിന്റെ പേരുകൾ ഒന്ന് വിശദീകരിക്കാമോ? പിന്നെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇതെന്താണ് ഇതിങ്ങനെ തഹജ്ജുദ് എന്നറിയോ, ഖിയാമുൽ ലൈൽ പറയോ, പിന്നെന്താണ് നോമ്പ് കാലത്ത് തറാവി പറയൂ, പിന്നെ വിത്ർ എന്ന് പറയൂ, ഇങ്ങനെ കുറേ പേരുകൾ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ എല്ലാ ദിവസവും നിസ്കരിക്കേണ്ട നമസ്കാരമാണ് ഖിയാമുൽ ലൈൽ അഥവാ രാത്രി നമസ്കാരം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് കൊണ്ട് അതിന്റെ പേര് തഹജ്ജുദ് ആകുന്നു അല്ലെ. വമിനൽ ലൈലി തഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമ മഹ്മൂദ, ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്ന വചനങ്ങളാണ് അല്ലെ. അപ്പൊ അത് സുത്യർഹമായ സ്ഥാനത്ത് നമുക്ക് അള്ളാഹു ഏറ്റവും നല്ല സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് നിസ്കരിക്കുന്നത്. പിന്നെ രാത്രി നമസ്കാരം ഇശായ്ക്കും സുബഹിക്കും ഇടയിൽ നിർവഹിക്കാവുന്നതാണ്. അതിനെ ഖിയാമുൽ ലൈൽ എന്നും രാത്രി നമസ്കാരം, അതിന്റെ പേര് തന്നെ അങ്ങനെ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രിയിലെ നമസ്കാരം അല്ലെ. പിന്നെ വിത്ർ എന്ന് പറഞ്ഞാൽ ഒറ്റയായി നമസ്കരിക്കും. നമ്മൾ 3 റക്അത്തോ 5 റക്അത്തോ നിസ്കരിക്കുന്നതിന് വിത്ർ എന്നും പറയാം. വിത്ർ എന്ന് പറഞ്ഞാൽ ഒറ്റയായി നമസ്കരിക്കാൻ. ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര, അള്ളാഹു ഏകനാകുന്നു, അവൻ വിത്റിനെ ഇഷ്ടപ്പെടുന്നു. പിന്നെ റമളാനിൽ റക്അത്തുകൾക്കിടയിൽ വിശ്രമിച്ച് നമസ്കരിക്കുന്നതിനാൽ തറാവീഹ് എന്നും പറയപ്പെടുന്നു. റമളാനിൽ നമ്മൾ ഇത് നിസ്കരിക്കുമ്പോൾ എന്താ പറയാ, തറാവീഹ് എന്ന് പറയുന്നു. പിന്നെ റമളാനിൽ നമ്മൾ രാത്രി നമസ്കരിക്കുമ്പോൾ ഖിയാമു റമളാൻ എന്ന് പറയാണല്ലേ. പള്ളിയിൽ പോയിട്ട് ഖിയാമുൽ ലൈൽ നമസ്കരിക്കാറുണ്ട്, അതിനെ ഖിയാമു റമളാൻ എന്നും ഖിയാമുൽ ലൈൽ എന്നും പറയുന്നു. അത് മക്കത്തൊക്കെ വളരെ ആഘോഷപൂർവ്വം നമസ്കരിക്കുന്ന ഒരു നമസ്കാരമാണ്. അതിൽ നമ്മൾ എന്ത് ഓതാറുണ്ട്, പിന്നെ ഇതില്ലേ എന്താ കുനൂത്ത് എടുക്കാറുണ്ട് അല്ലെ. അതിൽ നമുക്ക് കുറെ ദുആകളൊക്കെ ആഡ് ചെയ്ത് ചെല്ലാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അടുത്തത് തറാവി നമസ്കാരം പള്ളിയിൽ വെച്ച് തന്നെ മുഴുവൻ നമസ്കരിക്കേണ്ടതുണ്ടോ, അതെല്ലാം 3 റക്അത്ത് വിത്ർ വീട്ടിൽ വന്ന് നിസ്കരിച്ചാൽ മതിയോ? അത് നമുക്കൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ഇമാമിനോടൊപ്പം തന്നെ എന്തിനാ അത് തീർക്കുന്നത്? രാത്രി നമ്മൾ ഉറങ്ങി എണീറ്റ് വന്നാൽ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കായിട്ട് ഒരു ബ്ലാങ്ക്നെസ്സിലെ
ഒരു അൺഫില്ലിങ് ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമാമിനോടൊപ്പം ത്രാവി നമസ്കരിക്കുന്നതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറയാം. അബൂദറിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ പറഞ്ഞു, ഒരാൾ ഇമാമിനോടൊപ്പം പിരിയുന്നത് വരെ മുഴുവൻ നമസ്കരിച്ചാൽ രാത്രി നമസ്കാരം അവന്, അതായത് രാത്രി മുഴുവൻ അവൻ നമസ്കരിച്ചത് പോലെയാണെന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? നമ്മളൊരു 11 റക്അത്ത് ഇമാമിനോടൊപ്പം ഫുള്ള് നിസ്കരിച്ചാൽ ഓൻ മഗ്‌രിബ് 6 മുതൽ സുബഹി 6 വരെ നമസ്കരിച്ച പ്രതിഫലം ലഭിക്കുന്നതാണ്. അപ്പം അത് ഏറ്റവും അഫ്ളല് അങ്ങനെ നമസ്കരിക്കുന്നതാണ് അല്ലെ. ഇമാമിനോടൊപ്പം പിരിയുന്നത് വരെ നമസ്കരിച്ചാൽ അവന് രാത്രി മുഴുവൻ നമസ്കരിച്ചതായിട്ട് കണക്കാക്കപ്പെടും. അപ്പൊ നിങ്ങൾക്കൊരു സംശയം, സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, നമ്മൾ തഹജ്ജുദിന്റെ സമയത്ത് എണീറ്റ് പോണല്ലോ, അന്നേരം എണീറ്റാ എന്ത് ചെയ്യും? അന്നേരം ഒരു കാര്യം ചെയ്യാം, വുളു എടുത്തിട്ട് വുളുവിന്റെ 2 റക്അത്തും അല്ലെങ്കിൽ 2 റക്അത്ത് അധികരിച്ച സുന്നത്തായിട്ടും നിസ്കരിച്ചിട്ട് നിങ്ങൾക്ക് സുജൂദിൽ പല കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കാം. അവിടെ ഒരിക്കലും ഒറ്റയാക്കരുത്, 2 or 4 പറ്റുള്ളൂ. ബിക്കോസ് ആദ്യം നിങ്ങൾ 11 ഒറ്റയാക്കിയത് കൊണ്ട് തന്നെ, രാത്രിയിൽ ഇരട്ട നമസ്കാരം ഇല്ലാത്തത് കൊണ്ടും തന്നെ നിങ്ങൾക്ക് 2 or 4 നമസ്കരിക്കാം. ഓക്കെ. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തഹജ്ജുദ് നമസ്കാരം ഒന്ന് വിശദീകരിക്കാമോ? അത് നേരത്തെ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ആയി പോയതാ അല്ലെ. അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, സല്ലല്ലാഹു അലൈഹി വസല്ലമ 11 റക്അത്താണ് നമസ്കരിച്ചിരുന്നത്. അതിന്റെ ഭംഗിയോ രൂപമോ ഒന്നും ചോദിക്കേണ്ടതില്ല, അതിന് മാത്രം ഭംഗിയായിരുന്നു. നബിന്റെ പുറകിൽ നിന്ന് നിസ്കരിച്ച ഒരു സഹാബി ആദ്യം അല ഇമ്രാൻ ഓതിയോലെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിർത്തുമെന്ന് വിചാരിച്ച്, അത് കഴിഞ്ഞ് ബഖറ ഓതി, അത് പിന്നെ അല ഇമ്രാൻ ഓതി, അത് കഴിഞ്ഞ് നിസാവ് കഴിഞ്ഞ് നിന്ന വ്യക്തിന്റെ കാല് കഴിഞ്ഞ് നിർന്നതല്ലാണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർത്തുന്നത്. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തഹജ്ജുദ് നമസ്കാരം ഫർളും നമുക്കത് സുന്നത്തുമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് സുന്നത്താണെങ്കിൽ പോലും ളുഹാ നമസ്കാരവും തഹജ്ജുദ് നമസ്കാരവും നമ്മൾക്ക് യാത്രയിലും നിർവഹിക്കേണ്ടതാണ്. മനസ്സിലാക്കട്ടോ. നമ്മളൊരു ഫർള് 4 റക്അത്ത് നമസ്കാരവും ഉച്ചക്കത്തെ ലൊഹറും അസറും ഒക്കെ 4 ഉള്ളത് നമ്മൾ 2 ആക്കിയിട്ടാണ് യാത്രയിൽ നമസ്കരിക്കാറ്. റവാത്തിബുകൾ ഉപേക്ഷിക്കാറാണ് പതിവ്. ബിക്കോസ് എന്നിരുന്നാലും തഹജ്ജുദ് നമ്മൾ യാത്രയിലാണെങ്കിൽ പോലും നമസ്കരിക്കും. അതുപോലെ തന്നെ നമ്മള് പിന്നെ യാത്രയിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പിന്നെ ട്രെയിനിലൊക്കെ പോവാണെങ്കിൽ നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഇരുന്നിട്ടോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിസ്കരിച്ച് ശീലമായവർക്ക് അതൊരു നിർബന്ധം തന്നെയാണ്. നമുക്കത് ഫർളല്ല, പക്ഷെ എന്നിരുന്നാലും ഫർളിന്റെ സ്ഥാനത്ത് തന്നെയാണ് അല്ലെ, അത്രക്ക് മഹത്വം ഉള്ളത് കൊണ്ട്. അതുപോലെ തന്നെ തഹജ്ജുദ് നമസ്കാരവും ദിവസവും നിർവഹിക്കേണ്ടതുണ്ടോ? നമുക്ക് സൗകര്യം പോലെ റക്അത്തുകൾ നിർവഹിച്ചാൽ പോരെ? അത് എല്ലാരും ചിലരൊക്കെ ചോദിക്കുന്നേക്കാം, ദിവസം എണീക്കണം, അപ്പൊ ചില ദിവസം ഒന്നും കഴിയില്ലാലോ. അങ്ങനെ ഒരു നെയ്യത്തും ഇല്ല, അങ്ങനെ ഒരു നിസ്കാരവും ഇല്ല അല്ലെ. രാത്രി നമസ്കാരവും നിത്യവും നിർവഹിക്കുക. മുസ്ലിങ്ങൾ എല്ലാവരും റമദാനിൽ രാത്രി നമസ്കാരം നിർവഹിക്കാറുണ്ട്. എന്നാൽ അധികം ആളുകളും റമദാൻ കഴിയുന്നതോടുകൂടി തറാവീഹ് നമസ്കാരം ഉപേക്ഷിക്കും, രാത്രി നമസ്കാരം ഉപേക്ഷിക്കുകയാണ് പതിവ്. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം, അല്ലയോ പിന്നെ അബ്ദുള്ള, രാത്രി നമസ്കാരം നിർവഹിക്കാറുണ്ടായതിനു ശേഷം അത് ഉപേക്ഷിച്ച ഒരാളെ പോലെ നീ ആകരുത്. കാരണം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ ഒരാൾ പതിവായി ചെയ്യുന്ന കർമ്മങ്ങളാണ് അള്ളാഹുവിന് ഇഷ്ടം. ഇന്ന അഹബ്ബൽ അഅ്മാലി ഇലല്ലാഹി മാ ദാമ വൈൻ കല്ല. വളരെ കുറച്ചാണെങ്കിൽ പോലും പതിവായി ചെയ്യുന്ന കർമ്മങ്ങളാണ് അള്ളാഹുവിന് ഇഷ്ടം. അപ്പൊ നിങ്ങൾ ഏറ്റവും കുറവ് 5 റക്അത്താണ് നിങ്ങൾക്ക് പറ്റുന്നതെങ്കിൽ അത് പതിവാക്കുക. അത് ഒറ്റ നെയ്യത്തും വെക്കുക, ഞാൻ ഇനി എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് അത് നിസ്കരിക്കുന്നുള്ള നെയ്യത്ത് തന്നെ വെക്കുക അല്ലെ. അങ്ങനെ 7 ആണെങ്കിൽ രണ്ടും വലിയ സൂറത്തുകൾ നിസ്കരിച്ചിട്ട് 3 വിത്റാക്കുക. അതല്ല 5 ആണെങ്കിൽ 2 വലിയ ഓതിയിട്ട് 3 വിത്റാക്കുക. അങ്ങനെ എന്താണോ നിങ്ങളെ വൈൻ കല്ല, വളരെ മാതാമ വൈൻ കല്ല, നിങ്ങൾക്ക് പതിവായിട്ട് ചെയ്യുന്നത് നിങ്ങൾ നെയ്യത്ത് വെച്ചിട്ട് സ്ഥിരമായിട്ട് ചെയ്യുക. അല്ലാണ്ട് ഇന്ന് തഹജ്ജുദ് 11 നിസ്കരിച്ച് നാളെ 5 നിസ്കരിച്ച് മറ്റന്നാൾ കിടന്നുറങ്ങി, അങ്ങനെ ഒരു ഓപ്ഷൻ തഹജ്ജുദിനില്ല. അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് മുത്തഖീങ്ങൾക്കില്ല. അതല്ലാണ്ട് പിന്നെ അങ്ങനെ തോന്നുമസല്ലി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ കളിക്കുന്നവർ അങ്ങനെ ചെയ്യുമെന്ന് മാത്രം. പക്ഷെ അതിന്റെ പ്രതിഫലം നിസ്കരിക്കാതെ പോലും കിട്ടുന്നതായിരിക്കും അല്ലെ. എത്ര കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാൾ ഉറങ്ങിപ്പോയാലും പ്രതിഫലം കൊടുക്കും, അള്ളാഹു അതിന്റെ സദഖായിട്ട് കണക്കൂട്ടുകയും ചെയ്യും. ഓക്കെ. ഇനി ഭാര്യയും ഭർത്താവും നമസ്കരിക്കുന്നതിൽ എന്തെങ്കിലും സവിശേഷതകളുണ്ടോ?
പിന്നെ ഒരു കാര്യം, അതിന്റെ ഉത്തരം പറയുന്നതിന് മുമ്പേ ഞാൻ പറയാണ്. കാരണം ചിലർക്കൊക്കെ നിസ്കാരം ഇടക്ക് വിട്ടുപോകും, നിന്നു പോകും. അതിന് കാരണം എന്താണെന്നറിയോ? കാരണം ബിക്കോസ് നിസ്കാരം നിർന്നു പോകുന്നത് നമ്മുടെ പാപങ്ങളാണ്. നമ്മൾ എന്തെങ്കിലും വലിയ വലിയ തെറ്റുകളൊന്നോ ആരോടോ, ഒരിക്കലും ഒരു മനുഷ്യൻ, ഒരു സഹാബി തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റപ്പോ മോനും വന്നിട്ടോ, രണ്ടാളും കൂടെ ഒന്നെടുക്കുമ്പോ മോനും ഇങ്ങനെ പറയാം, നോക്കിപ്പാ ഒറ്റ പൊരയിൽ എണീച്ചിട്ടില്ല, ഞാനും ഉപ്പയും മാത്രാണല്ലോ നിസ്കരിക്കുന്ന, ആരും അള്ളാഹ്. അപ്പൊ ആ മനുഷ്യൻ അവന്റെ വായി പൊത്തിയിട്ട് പറഞ്ഞു, മോനെ ഇങ്ങനെ നീ ഒരിക്കലും പറയരുത് മോനെ, ഇതൊരു റിയാ ഉണ്ടാക്കുന്ന കാര്യമാണ്, ആരും ചെയ്യാത്ത നമ്മൾ ചെയ്തു, നമ്മൾ കുളൂസ് പറയാൻ പാടില്ല മോനെ, ഇതിലും വേദന കിടന്നുറങ്ങുന്നതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മളോട് നിസ്കാരം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പാപത്തിന്റെ കാരണമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? തൗബ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണം, റബ്ബേ എന്തോ ഒരു പാപം എനിക്ക് സംഭവിച്ചു പോയിക്കുന്നു, അതാണ് എനിക്ക് തഹജ്ജുദിന് എണീക്കാൻ പറ്റാത്ത, ദുആ ചെയ്യാൻ പറ്റാത്ത, അതുകൊണ്ട് തന്നെ റബ്ബേ നീ എനിക്ക് പുറത്തു തരണമെന്ന് പറഞ്ഞിട്ട് തൗബ നിസ്കാരത്തിന്റെ വീഡിയോ വേണമെങ്കിൽ തരാം, അതിന്റെ ദുആകളും ഉണ്ട്, അതും വേണമെങ്കിൽ വിട്ടുതരാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഭാര്യയും ഭർത്താവും നമസ്കരിക്കുന്നതിന് എന്തെങ്കിലും സവിശേഷത ഉണ്ടോ? അല്ലേ, രാത്രി നമസ്കാരത്തിന് താങ്കൾ തങ്ങളുടെ കുടുംബത്തെയും ചേർക്കുക. അലി റളിയല്ലാഹുവിന് നിവേദനം ചെയ്ത ഹദീസിൽ ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹുവിനെയും വിളിച്ചുണർത്തി നിസ്കരിപ്പിച്ചു. അല്ലെ, വാതിലിൽ മുട്ടിക്കൊണ്ട് ചോദിച്ചു, ഞങ്ങൾ നമസ്കരിക്കുന്നില്ലേ അല്ലേ? അപ്പൊ അള്ളാഹുവിന്റെ ആത്മാവിന്റെ കരങ്ങൾ ആണ് സത്യം. പിന്നെ ഒന്നും പറയാതെ നസ്ര വിരിഞ്ഞു പോകുമ്പോൾ മനുഷ്യൻ വലിയ തർക്കികൻ തന്നെ എന്ന് പറഞ്ഞു. അതായത് വാതിലിൽ മുട്ടിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും രാത്രി നമസ്കരിക്കുന്നില്ലേ എന്ന്. അപ്പൊ പ്രവാചകരെ, ഞങ്ങളുടെ ആത്മാക്കൾ അള്ളാഹുവിന്റെ ഹസ്തങ്ങളിലാണ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ അവർ നമ്മെ പുനർജീവിക്കും, അതുകൊണ്ട് തന്നെ ഒന്നും പറയാണ്ട് നബി പിരിഞ്ഞു പോയിരുന്നു. അതായത് മോളെ വിളിച്ചുണർത്തി നമസ്കരിക്കാൻ കൽപ്പിച്ചു. അതുപോലെ രണ്ടാളും, ഭാര്യയും ഭർത്താവും നമസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞു. ഭയങ്കര ഫാമിലിയിൽ ഭയങ്കര അനുഗ്രഹമായിരിക്കുന്നു. എൻ്റെ ഒരു അറിയുന്ന ഒരു ഫാമിലി ഉണ്ട്, ഒരു ഭർത്താവ് കണ്ണ് കാണാത്ത മനുഷ്യനാണ്, അയാൾ പതിവായിട്ട് എണീച്ച് നിസ്കരിക്കും, എന്നിട്ട് ഭാര്യ അങ്ങനെ വിളിച്ചിട്ടില്ലെങ്കിൽ അയാൾ അതിന് പിണക്ക് കൂടുമെന്ന് അറിയുന്നു. അത്ര നല്ലൊരു ദാമ്പത്യം. നമ്മളിൽ പലരും ഭർത്താവ് നിസ്കരിക്കുമ്പോൾ ഭാര്യ നിസ്കരിക്കില്ല, ഭാര്യ നിസ്കരിക്കുമ്പോൾ ഭർത്താവ് നിസ്കരിക്കില്ല. ഇനി ആരെങ്കിലും ഒരാൾ കിടക്കുകയാണെങ്കിൽ ഭർത്താവിന്റെ മുഖത്ത് വെള്ളം തളിച്ച് എഴുന്നേൽപ്പിക്കട്ടെ എന്ന് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ. അടുത്ത ചോദ്യം, രാത്രി നമസ്കാരം പതിവായി നഷ്ടപ്പെട്ടു പോകുന്നു പല. അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് നമ്മൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ട്, ആരെക്കൊണ്ടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഈ അടുത്ത ദിവസം ഞാൻ പിന്നെ ഈ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സിന് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഒരിക്കലും എന്നോട് എന്തോ കുട്ടികൾ ഇങ്ങനെ ചർച്ച ചെയ്യും, പലതും ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ ഇല്ലേ രാത്രി ഒരുപാട് നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് കുറേ ദുആ ചെയ്തു അള്ളാഹിനോട്, നല്ല സന്തോഷം, അള്ളാഹുമായിട്ട് ഞാൻ നേരിട്ട്, വേറെ ആരും ഇല്ലല്ലോ, ഫോണും ഇല്ല, ഭക്ഷണവും ഇല്ല, ബെല്ലടി ഇല്ല, ഭർത്താവും ഇല്ല, ആരും ഇല്ലാത്ത സ്വസ്ഥ. അത് പറഞ്ഞ് പിന്നെ 3-4 ദിവസത്തേക്ക് എനിക്ക് സ്കരിക്കാൻ പറ്റാണ്ടായിപ്പോയി. അപ്പൊ ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്തത് ചോദിച്ചു, അള്ളാഹുവേ ഞാൻ ഈ പറഞ്ഞത് ഇത്രയും വലിയ തെറ്റായി പോയോ റബ്ബേ, ഞാൻ പറഞ്ഞത് കൊണ്ടാണോ എനിക്ക് നിസ്കരിക്കാൻ പറ്റിയത്? തൗബ നിസ്കരിച്ചപ്പോ ചെയ്തപ്പോ അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് പിന്നെ നിസ്കരിക്കാൻ പറ്റി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് എവിടോ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അള്ളാഹു നമ്മളെ തഹജ്ജുദ് നിസ്കാരം തടഞ്ഞത്. ഓക്കെ. ചില ദിവസങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നമസ്കരിക്കാൻ യാതൊരു മൂഡും കാണുകയില്ല, നിസ്കാരത്തിനൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല, എന്ത് ചെയ്യും അപ്പോ? ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സംശയങ്ങളാണ്. ചില ദിവസം എണീച്ചാൽ തല ഇങ്ങനെ പെരുത്ത് കയറും, ഓതുന്നത് എന്താണെന്ന് അറിയില്ല, വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശരിക്കും നിസ്കരിക്കരുത് എന്നാട്ടോ പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ഒരു ഗ്ലാസ് നല്ല ചായ ഉണ്ടാക്കി കുടിച്ച് എന്തെങ്കിലും സ്നാക്സും കഴിച്ചാൽ നല്ല ഫ്രഷ് ആവും. അപ്പൊ ആൾക്കാർ ചോദിക്കും, അസമയത്തോ ചായയെ സ്നാക്സോ? നമ്മള് പകലൊക്കെ എന്തൊക്കെയോ വേണ്ടാത്ത ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ഒക്കെ തിന്നും അല്ലെ? തഹജ്ജുദിന് വേണ്ടി ഒരു നല്ല ഗ്ലാസ് പാലൊഴിച്ച ചായ 2 ബിസ്ക്കറ്റും തിന്നാൽ പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര ഇതാണ്. പക്ഷെ അതനുസരിച്ചിട്ട് അത് ചായയും ബിസ്ക്കറ്റും അല്ലെങ്കിൽ കോഴിമുട്ട പുഴുങ്ങിയത് ഏറ്റവും ബെറ്ററാണ്, ഏറ്റവും ബെസ്റ്റാ. കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിസ്കാരത്തിൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ ഈ സുജൂദ് കിടന്ന് കരഞ്ഞ് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എൻ്റെ മോന് നന്നാവണേന്ന് അറിയുന്നത് എൻ്റെ മോന് ചീത്തായി പോണേ എന്നൊക്കെ ആയിരിക്കും പറയുക. കാരണം നമ്മളെ ബ്രെയിൻ ശരിക്കല്ലല്ലോ, മസ്തിലാണല്ലോ. അങ്ങനെ ആ മസ്ത് പോകാൻ വേണ്ടിയിട്ട്, ഇത് ഹദീസിലൊന്നും ഉള്ളതല്ല കേട്ടോ, അത് ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാ ഫ്രണ്ട്സും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഉന്മേഷത്തോടു കൂടി നിസ്കരിക്കാൻ പറ്റും.
അടുത്ത ചോദ്യം, ലാസ്റ്റിലത്തെ ചോദ്യം എന്ന് വെച്ചാല് നമസ്കാരത്തിൽ എന്തൊക്കെ ദുആ ചെയ്യണം, എങ്ങനെ ദുആ ചെയ്യണം, ദുആ അള്ളാഹു സ്വീകരിക്കണമെന്ന് പറയപ്പെടുന്നത് എങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ്? അതിന് വിശദാംശങ്ങൾ നിങ്ങൾക്ക് ആ ബുക്കിൽ നിന്ന് കിട്ടും. ഞാൻ വെറും വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ അത് എത്തൂല, കാരണം അതിന് മാത്രം കാര്യങ്ങൾ അതിൽ വിശദീകരിക്കുന്നുണ്ട്. ബുക്കിന് 70 രൂപ ഉണ്ട്, 60 റുപ്യ കൊറിയർ ചാർജ്. അത് ഒരിക്കലും ആ 130 രൂപ നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടപ്പെടൂല. കാരണം നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾ ദ്വാ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു നിങ്ങൾക്ക് നൽകി കഴിഞ്ഞാൽ ആ 130 ഒന്നും നിങ്ങൾക്ക് ഒരു നഷ്ടമായിട്ട് തോന്നൂല, അല്ലെ? ഇന്നല്ലാഹ യുഹിബ്ബു ഷാക്കിരീൻ. അള്ളാഹു പിന്നെ ഷാക്കികൾ, നന്ദി ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. അതായത് നമ്മൾ തഹജ്ജുദ് സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് മനുഷ്യനൊരു സ്വഭാവമുണ്ട്, പരാതിക്കൊട്ട അല്ലെ? എല്ലാ പരാതികളുടെ ഭർത്താവിന് നല്ല ജോലി ഇല്ല റബ്ബെ, അദ്ദേഹത്തിന്റെ സ്വഭാവം മോശമാണ് റബ്ബെ, മൂന്നാമത്തെ മോൻ തീരെ പഠിക്കുന്നില്ല റബ്ബെ, മൂത്ത കുട്ടിക്ക് പിയാപ്പിള ശരിയാകുന്നില്ല റബ്ബെ, വീട് പൊളിഞ്ഞിട്ടുണ്ട് റബ്ബെ, അടുക്കള അങ്ങനെ അയക്കുന്ന, ടൈല് മാറ്റണം, ഇങ്ങനെ പരാതികളാണ്, അല്ലെ? അപ്പൊ ഞങ്ങളൊരു കാര്യം ചെയ്തു, എണീച്ചു വന്ന് കുറേ നല്ല കാര്യങ്ങൾ അങ്ങോട്ട് അൽഹംദുലില്ലാ അല്ലാഹു സ്വല്ലി അലാ പറഞ്ഞിട്ട് പിന്നെ എല്ലാ ദിക്റുകളും 10 പ്രാവശ്യം, അതൊക്കെ വിശദമായിട്ട് ആ പുസ്തകത്തിലുണ്ട്, എനിക്കിപ്പോ പറയാൻ സമയമില്ല. 10 സുബ്ഹാനല്ലാഹ്, 10 അൽഹംദുലില്ലാ, 10 അസ്തഗ്ഫിറുല്ലാഹ്, അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ അള്ളാഹുവിനെ പുകഴ്ത്തിട്ട് അങ്ങ് പറഞ്ഞേക്ക്, അള്ളാഹുവേ എനിക്ക് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് എനിക്ക് ഭർത്താവുണ്ട്, നല്ലൊരു വീടുണ്ടെന്ന്, ചെറുതാണെങ്കിൽ ഒരു കാറുണ്ട്, ഒരു സ്കൂട്ടർ ഉണ്ട്, മൂപ്പരെന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എനിക്ക് കണ്ണിന് കാഴ്ചയുണ്ട്, എനിക്ക് കേൾവിയുണ്ട്, എന്റെ ഉമ്മയുപ്പയുണ്ട്, എനിക്ക് എന്തേ വിഷമം ഉണ്ടെങ്കിൽ അവരോട് പോയി പറയാം. അങ്ങനെ 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 100 കൂട്ടം ഗുണങ്ങൾ പറഞ്ഞ ശേഷം ഒരു 10 പരാതികൾ പറഞ്ഞു നോക്കി, അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടാവും, അല്ലെ? ഇന്നല്ലാഹ ഷാക്കിർ, അല്ലെ? അള്ളാഹു നന്ദിയുള്ളവനാണ്. ഷാക്കിരീൻ, നന്ദിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അല്ലെ? അങ്ങനെയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ്, ഏകദേശം എനിക്ക് സംശയമെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൽ കവറപ്പ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിന് ശേഷം ഡയറക്റ്റ് പിന്നെ ചർച്ച ചെയ്യാം. ഓക്കെ, ബില്ലാഹി തൗഫീഖ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ